എൻ്റെ പ്രിയ സഹോദരന്മാർ സഹോദരിമാർ, നിങ്ങളിൽ കുറെ ആൾക്കാരെ എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. എന്നെ ഈ ഇത് മീറ്റിംഗിലേക്ക് ക്ഷണിച്ച പ്രിയ ജെറിനെ ഞാൻ പ്രത്യേകം വന്ദനം ചെയ്യുന്നു. അതിന് മുഖാന്തരമായി തീർന്ന അക്സയെ ഞാൻ പ്രത്യേകം വന്ദനം ചെയ്യുന്നു. നമ്മൾ ഒരുമിച്ചുള്ള ഈ കൂട്ടായ്മ ഒരു അനുഗ്രഹത്തിന് ഈ ദിവസങ്ങളിൽ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നിമിത്തം നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് കുറച്ചുകൂടെ അടുക്കുവാനും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു വളർച്ച ഉണ്ടാകുവാൻ, ഒരു വിചാരം ഉണ്ടാകുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം 16-17 വാക്യങ്ങളാണ് ഞാൻ ഒരു കുറിവാക്യമായി വായിക്കുവാൻ താല്പര്യപ്പെടുന്നത്. ഞാൻ ആ വാക്യം നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 9 verse 16 and 17. കോടി തുണി കണ്ടം ആരും പഴയ വസ്ത്രത്തിൽ ചേർത്ത് തുന്നുമാറില്ല. തുന്നിച്ചേർത്താൽ അതുകൊണ്ട് വസ്ത്രം കീറും, ചീന്തൽ ഏറ്റവും വല്ലാതെയായിത്തീരും. പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല. പകർന്നാൽ തുരുത്തി പൊളിഞ്ഞ് വീഞ്ഞൊഴുകിപ്പോകും, തുരുത്തിയും നശിച്ചു പോകും. പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിലേ പകർന്നു വെക്കുകയുള്ളൂ. അങ്ങനെ രണ്ടും ഭദ്രമായിരിക്കും. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഇന്നത്തെ ഈ ചിന്ത ആരംഭിക്കുവാൻ തുടങ്ങിയ. ഫ്രെഡറിക് രണ്ടാമൻ എന്ന് പറഞ്ഞ രാജാവ്, പ്രഷ്യൻ കിങ് ആയ രാജാവ് ബെർലിൻ പ്രിസൺ സന്ദർശിച്ച ആ അനുഭവം പല ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബെർലിൻ പ്രിസണിൽ ഫ്രെഡറിക് രണ്ടാമൻ ചെന്നപ്പോ അവിടെ നടന്ന വളരെ ഡ്രമാറ്റിക്കായ കുറെ സംഭവങ്ങളുണ്ട്. അതിന് ആത്മീയതയുമായി ഒരുപാട് ബന്ധമുള്ളതുകൊണ്ട് ഞാൻ ആ സംഭവം പറയാൻ വേണ്ടി താല്പര്യപ്പെടുക. ഈ രാജാവ് വന്നപ്പോൾ കുറ്റവാളികൾ, 100 കണക്കിന് ആൾക്കാർ, ബെർലിൻ പ്രിസന്റെ അകത്തുള്ള കുറ്റവാളികൾ ചെയ്തത് വളരെ നാടകീയമായിട്ടുള്ള കാര്യമാണ്. എല്ലാവരും കൂടെ മുട്ടിന്മേലിരുന്ന് നിലവിളിക്കാൻ തുടങ്ങി, ഞങ്ങൾ ഇന്നസെന്റ് ആൾക്കാരാ, ഞങ്ങളെ രാജാവ് ക്ഷമ തോന്നി രക്ഷിക്കണമേ. ഈ ഫ്രെഡറിക് രണ്ടാമൻ നോക്കിയപ്പോ ഈ വലിയ പ്രിസണിൽ ഒറ്റയാള് ദൂരത്ത് മാറി കൈയും കെട്ടി നിൽക്കുക. അപ്പോ ഫ്രെഡറിക് രണ്ടാമൻ ചോദിച്ചു, വൈ ആർ യു ഹിയർ? നീ എന്തുകൊണ്ടാ ഇവിടെ കിടക്കുന്നേ? ആ വ്യക്തി യാതൊരു മുഖഭേദവും ഇല്ലാതെ, യാതൊരു കരുണയ്ക്കായുള്ള അപേക്ഷ ഒന്നും ഇല്ലാതെ പറഞ്ഞു, ഞാൻ ഇന്ന കുറ്റം ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടെ കിടക്കുന്നത്. ഐ ഡിഡ് ദിസ്, ദാറ്റ്സ് വൈ ഐ ആം ഹിയർ. രണ്ടാമത്തെ ഫ്രെഡറിക് രണ്ടാമന്റെ ചോദ്യം, ആർ യു ഗിൽറ്റി? നീ ശരിക്കും കുറ്റം ചെയ്തോ? അവൻ പറഞ്ഞു, ഞാൻ കുറ്റം ചെയ്തു, ഞാൻ ഡിസേർവ് ചെയ്യുന്നിടത്താണ് ഞാൻ കിടക്കുന്നത്. അത് അടുത്ത് കഴിഞ്ഞ് ഫ്രെഡറിക് രണ്ടാമൻ പറഞ്ഞതാണ് ഭയങ്കരമായ പ്രശസ്ത വാചകങ്ങൾ. എന്താണെന്നറിയോ പറഞ്ഞ? ഈ വ്യക്തിയെ ഈ ബെർലിൻ പ്രിസന്റെ വെളിയിൽ വിടണം. എന്താന്ന് ചോദിച്ചാൽ, ഈ വ്യക്തി ഇതിനകത്ത് നിന്നാൽ ഈ നല്ലവരായ 100 കണക്കിന് ആൾക്കാർ നശിച്ചു പോകും. എന്താ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയാം? ഒരാള് തന്റെ കുറ്റം സമ്മതിച്ചുകൊണ്ട് നിൽക്കുന്നു, ഞാനിവിടെ കിടന്നോളാം, ഞാൻ ചെയ്ത തെറ്റുകൊണ്ടാണ് ഞാനിവിടെ കിടക്കുന്നത്. മറ്റ് 100 കണക്കിന് ആൾക്കാര് എല്ലാരും കുറ്റം ചെയ്തിട്ടാണ് കിടക്കുന്നത്. പക്ഷെ അത് സമ്മതിക്കാതെ, ഞങ്ങൾ ഇന്നസെന്റ് ആൾക്കാരാ, ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുമ്പോ ഫ്രെഡറിക് രണ്ടാമൻ പറയുക, ഇവനെ വെളിവിടണം. ഏതാ? കുറ്റം ചെയ്തവൻ എന്ന് പറഞ്ഞവനുണ്ടല്ലോ, ഗിൽറ്റി എന്ന് അക്സെപ്റ്റ് ചെയ്തവനുണ്ടല്ലോ, അവനെ വെളിവിടണം. ഈ ഇന്നസെന്റ് എന്ന് പറയുന്നവരുണ്ടല്ലോ, അവരല്ലേ നശിച്ചു പോകും. സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞ ഞാനിത് പറഞ്ഞു തുടങ്ങിയത്. ഇന്നത്തെ ഈ മീറ്റിങ്ങിന് ഞാൻ തയ്യാറെടുത്തപ്പോ ഈ വാക്യങ്ങൾ ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചിന്തിക്കുന്ന വാക്യങ്ങളാ. പക്ഷെ എഗെയിൻ ഒരു ഫ്രഷായി എന്റെ മനസ്സിൽ വരുന്നു. എന്താന്ന് ചോദിച്ചാൽ, 2 തരത്തിൽ നമുക്ക് ദൈവത്തിന്റെ അടുക്ക ചെന്ന് നിൽക്കാം. ഏതൊക്കെ തരത്തിലാണെന്നറിയാമോ? ഇന്ന് സന്ധ്യ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഈവനിങ് ആണിത്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ച് നൽകിയ ഒരു വളരെ ഇമ്പോർട്ടന്റ്, ക്രൂഷ്യൽ ഒരു ടേണിംഗ് പോയിന്റ് ആണ് ഇന്ന് ഈവനിങ്. ഒരു സമീപനം, ദൈവത്തിന്റെ അടുക്കലേക്ക് പോകുന്ന ഒരു സമീപനം എന്ന് പറയുന്നത് ആ 100 കണക്കിന് ആൾക്കാർ ചെയ്തതുപോലെ
എനിക്കറിയത്തില്ല എന്തുകൊണ്ടാ ഞാനിവിടെ കിടക്കുന്നത്. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ കൊച്ചിലെ മുതലേ ബൈബിൾ വായിക്കുന്നുണ്ട്, ഞാൻ കൊച്ചിലെ മുതലേ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ നോക്കിയിട്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല. എന്റെ 10ാം ക്ലാസ്സിൽ എല്ലാവരും കോപ്പി അടിച്ച് എഴുതിയപ്പോ ഞാൻ എഴുതിയില്ല. അതാണ് നൂറുകണക്കിന് ആൾക്കാർക്ക് പറയാനുള്ളത്. എന്നാൽ എന്റെ പ്രാർത്ഥന ഇതാ, ഈ സന്ദേശം തുടങ്ങുമ്പോഴേ എന്റെ പ്രാർത്ഥന ഇതാ, ആ മാറി നിന്ന ആളെ പോലെ ക്ഷമിക്കുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. കാരണം ഒരു പ്രാവശ്യമല്ല ക്ഷമ ചോദിച്ചത്, 2 പ്രാവശ്യമല്ല ക്ഷമ ചോദിച്ചതല്ല. യേശുവിന്റെ അടുക്കൽ അടുത്ത് വരാൻ ഒരുപാട് ശ്രമിച്ചു, ഒരുപാട് തീരുമാനമെടുത്തു. എന്നാൽ ഇന്ന് രാത്രിയിലും കഴിഞ്ഞ ആഴ്ച നോക്കുമ്പോ തന്നെ ലോർഡ് ഐ ലെറ്റ് യു ഡൗൺ, ഇനിയൊരു ക്ഷമ ചോദിക്കുന്ന എങ്ങനെയാ? പുറകി മാറി കൈകെട്ടി നിൽക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കണമേ. യേശു കർത്താവ് ഈ ലോകത്തിൽ വന്നത് ആരെ തപ്പിയാണെന്ന് ചോദിച്ചാൽ, എല്ലാം സുഖമായി സ്വയനീതിയുടെ വസ്ത്രം ധരിച്ച, ഞങ്ങൾ ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കുന്നുണ്ട്, ഞങ്ങൾ ഒരു ദിവസം 3 നേരം പ്രാർത്ഥിക്കുന്നുണ്ട്, അവരെ തപ്പി അല്ല ഓടിപ്പോയത്. അവർക്കും തോന്നണമായിരുന്നു, പ്രാർത്ഥിക്കുന്നതല്ല തെറ്റ്, അവർക്കും തോന്നണമായിരുന്നു എനിക്ക് യേശുവിന്റെ ആ ഉടുപ്പ് വേണമെന്ന് തോന്നണമായിരുന്നു. എന്നാൽ യേശു വന്നത് വളരെ വ്യക്തമായി സുവിശേഷങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് യേശുവിനെ കൊണ്ട് ആവശ്യമില്ല. അതുകൊണ്ടാ ചില ഡിസ്റ്റർബിംഗ് വാക്യങ്ങൾ സുവിശേഷങ്ങളിൽ ഉള്ളത്. പരീശന്മാരെ നോക്കി, വലിയ മതഭക്തരെ നോക്കി യേശു പറഞ്ഞ വാക്യമാണ്, നിങ്ങൾക്ക് മുമ്പായി ചുങ്കക്കാരും വേശ്യമാരും ദുർനടപ്പുകാരും ഈ ദൈവരാജ്യത്തിൽ വരും. കാരണം ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഒരേ ഒരു ക്വാളിഫിക്കേഷൻ. പ്രസിദ്ധനായ ഒരു ചിന്തകൻ ഇപ്രകാരമാണ് പറഞ്ഞത്, the only thing that we bring to God for our salvation is our sin, nothing else. Not my Sunday school certificate, not my parents' occupation, nothing. എന്റെ രക്ഷയോടുള്ള ബന്ധത്തിൽ ഞാൻ ദൈവത്തിന്റെ അടുക്കൽ കൊണ്ടുവരുന്നത് എന്റെ പൈതൃകമല്ല, ഞാൻ ഏത് കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളതല്ല, ഞാൻ എത്രയോ നല്ലവനായി ജീവിച്ചു എന്നുള്ളതല്ല. ആ മാറി നിന്ന വ്യക്തിയെ പോലെ എനിക്കറിയത്തില്ല കർത്താവിന് എന്നോട് ഇന്ന് കരുണ തോന്നുമോ എന്നറിയത്തില്ല. ആ ഒരു മനോഭാവമല്ലേ വാസ്തവത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 18 ഇപ്പൊ വായിക്കണ്ട, അവിടെ എഴുതിയിരിക്കുന്ന 2 പേര് പ്രാർത്ഥിക്കാൻ പോയി. ഒരാള് പരീശൻ, ഒരാള് ചുങ്കക്കാരൻ. ഒരാള് പറയുന്ന പ്രാർത്ഥന ഇതാ, ദൈവമേ ഞാൻ ഇവനെ പോലല്ലാത്തതിനായി സ്തോത്രം. സ്വയം നീതിക്കാരൻ. അവന് പറയാനുള്ളത്, ഞാൻ ഇത് ചെയ്തില്ല, ഞങ്ങളുടെ വീട്ടിൽ TV പോലും ഇല്ലായിരുന്നു, ഞാൻ സിനിമ കണ്ടില്ല, ഇത് അവന് പറയാനുള്ളത്. മറ്റേ സൈഡിൽ ഒരാൾ നിപ്പുണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, അവന്റെ നെഞ്ചത്ത് കൈയിട്ട് അടിച്ചുകൊണ്ട് അവൻ നിൽക്കുക, എന്നോട് കരുണ തോന്നിയില്ലെങ്കിൽ എനിക്ക് നീതീകരിച്ച് മടങ്ങിപ്പോകാനൊക്കത്തില്ല, പ്ലീസ് ഹാവ് മേഴ്സി ഓൺ മീ. എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങളോട് ഈ പ്രസംഗിക്കുമ്പോഴും എന്റെ മനസ്സിൽ വരുന്നത് മറ്റൊന്നുമല്ല, കർത്താവേ എന്നോട് കരുണയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. നമുക്ക് എല്ലാവർക്കും ഇന്ന് സന്ധ്യയിൽ പ്രാർത്ഥിക്കാൻ ഒക്കണം. ഈ സന്ദേശത്തിന്റെ അവസാനമാവുമ്പോൾ, ഡു സംതിങ് ന്യൂ ഇൻ മൈ ലൈഫ് ഓ ഗാഡ്. എന്റെ സ്വയം നീതിയല്ല, ഞാൻ ഇന്നത് ചെയ്തില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് അല്ല, എന്റെ ചർച്ചുകാരുടെ നല്ല മകൻ നല്ല മകളാവള് കേട്ടോ എന്നുള്ള സർട്ടിഫിക്കറ്റ് അല്ല. ഒരു പാട്ടുകാരൻ പാടിയതുപോലെ, നഗ്നൻ ഞാൻ നിൻ വസ്ത്രം ദാ, ഹീനൻ ഞാൻ നിൻ കൃപത, മ്ലേച്ഛനായി വരുന്നിതാ സ്വച്ഛമാക്കു രക്ഷക, പിളർന്നൊരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ. ഇന്ന് സന്ധ്യയിൽ പ്രാരംഭത്തിൽ ഞാൻ പറയട്ടെ, പിശാചിന്റെ ഏറ്റവും വലിയൊരു തന്ത്രമാണ് to put negative thoughts inside of us. എന്ന് പറഞ്ഞാൽ you have no hope. നിന്നെ ആരും അംഗീകരിക്കത്തില്ല, നിനക്ക് ഒരു പ്രത്യാശയില്ല, മറ്റെല്ലാവരെയും ദൈവം ഉപയോഗിച്ചാലും നിന്നെ ഉപയോഗിക്കത്തില്ല. നിന്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു പോയി, നീ ഇത്ര വലിയൊരു പരാജയമായി തീർന്നു, ഇനി നിനക്ക് ഇവിടുന്ന് ഒരു എഴുന്നേൽപ്പില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആവശ്യം എന്തെന്ന് ചോദിച്ചാൽ ആ വ്യക്തി മാറി നിന്നതുപോലെ, ഞാൻ സ്വയനീതിയായി ഞാൻ എന്റെ തന്നെ ഒരു നല്ല വസ്ത്രം ഇടാതെ നഗ്നനായി വരുന്നു, അങ്ങയുടെ നീതി എനിക്ക് തരണമേ, എന്നെ ഒന്ന് ഉടുപ്പിക്കണമേ,
ദ റൈച്ചസ്നെസ് ഓഫ് ക്രൈസ്റ്റിനാൽ എന്നെ ഒന്ന് പൊതിയണമേ. അതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നറിയാം? എനിക്ക് നിങ്ങളോട് ഇന്ന് സംസാരിക്കാനുള്ള ആ വിഷയത്തിന്റെ ഒരു ടൈറ്റിൽ ഞാൻ കൊടുത്താൽ, ആർ യു റെഡി ഫോർ എ ചേഞ്ച്? ഒരു മാറ്റത്തിന് തയ്യാറാണ്. യേശു മാറ്റത്തെക്കുറിച്ച് 2 ദൃഷ്ടാന്തങ്ങൾ ഉപയോഗിച്ച് പറയുക. ഇതിന്റെ ഇമ്പോർട്ടൻസ് എനിക്ക് സ്ട്രെസ് ചെയ്യേണ്ടത് എത്രയെന്ന് പറയാൻ അറിയത്തില്ല. കാരണം ഈ ഒരു ഭാഗം 3 സുവിശേഷങ്ങളിലും കാണുന്നു. അത് തന്നെ കാണിക്കുന്നത് ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് തിങ്. വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷം ഒരുമിച്ച് കാണാൻ സാധിക്കുന്നു. അതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 18 മുതൽ 22 വരെയും ഈ ഭാഗം കാണാം. ലൂക്കോസിന്റെ സുവിശേഷം 5:33 മുതലും ഈ ഭാഗം കാണാം. സച്ച് എ വെരി ഇമ്പോർട്ടന്റ് ട്രൂത്ത്. പക്ഷെ ആൾക്കാർക്ക് ഓഫൻ മനസ്സിലാകാത്തൊരു സത്യം. എന്തോ യേശു പറയുന്നതെന്ന് നോക്കിയാൽ ആ 16-ാമത്തെ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കാൻ പോവുക. നിങ്ങൾ എല്ലാവരും ബൈബിളിൽ നോക്കണം. ആ ഫസ്റ്റ് വേർഡ് ഞാൻ വായിച്ചപ്പോ എനിക്ക് പ്രയാസമായിരുന്നു അത് മനസ്സിലാക്കാൻ. കാരണം അതൊരു ഓൾഡ് മലയാളം പോലെ തോന്നി. കോടി തുണി കണ്ടം. വാസ്തവത്തിൽ ഇത്രയേ ഉള്ളൂ അതിന്റെ അർത്ഥം, പുതിയ തുണി. അത്രയും ചിന്തിച്ചാൽ മതി, പുതിയ തുണി. ആ പ്രിൻസിപ്പിൾ ശ്രദ്ധിക്കണം. പുതിയ തുണി ആരും പഴയ വസ്ത്രത്തിൽ ചേർത്ത് തുന്നാറില്ല. അത് ഒരു ടൈംലെസ് ട്രൂത്ത് ആണ്. ടൈംലെസ് ട്രൂത്ത്. അത് തെറ്റിപ്പോകുന്ന ഒന്നല്ല. ഞാൻ ഈ ദിവസങ്ങളൊക്കെ എന്റെ മമ്മിയും പപ്പായുമായിട്ടൊക്കെ സംസാരിക്കുമ്പോ പലപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു, പകൽ സമയത്ത് വിളിക്കുമ്പോ മമ്മി എന്തോ ചെയ്യുവാ? തയ്ക്കുക. പകല് വേറെ എന്തോ ചെയ്യുന്നേ? പകല് ഒന്നിയിൽ ഒരു പില്ലോ കേസോ അല്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റിന്റെ സൈഡോ. ഈ തയ്ക്കുന്നവർക്ക് നല്ലെണ്ണം അറിയാവുന്ന ഒരു ലെസൺ ആണിത്. എന്താണെന്നറിയാം? ഒരു ബെഡ്ഷീറ്റ് കീറിപ്പോയാ അതിനകത്ത് ഒരു വലിയ ഹോൾ ഉണ്ടെങ്കിൽ ആരും ഒരു പഴയ ബെഡ്ഷീറ്റിൽ പുതിയൊരു നല്ല ആ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്ന അതേ പടുതിയിലുള്ള ഒരു വസ്ത്രം തുന്നിച്ചേർക്കത്തില്ല. കാരണം എന്താണെന്നറിയോ? വലിയൊരു സത്യം യേശു പറയാ ഇവിടെ. ഇന്നത്തെ രാത്രിയിൽ, ഈ ജൂലൈ മാസം 9-ാം തീയതി രാത്രിയിൽ നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ള ഒരു സന്ദേശമാണ്. എന്തെന്ന് ചോദിച്ചാൽ, അർത്ഥം എന്താന്ന് ചോദിച്ചാൽ, ദിസ് ഇസ് നോട്ട് കോമ്പാറ്റബിൾ, ദിസ് വിൽ നോട്ട് ഗോ ടുഗെദർ. അവിടെ എഴുതിയിരിക്കുന്ന എന്താ അങ്ങനെ തയ്ക്കാത്തെന്ന് ചോദിച്ചാൽ, ഈ പഴയ വസ്ത്രം ഓൾറെഡി ചുരുങ്ങിയതാണ്. 2 നനച്ചപ്പോഴേ നമ്മള് ഷർട്ട് വാങ്ങിക്കാനോ ചുരിദാർ വാങ്ങിക്കാനോ പോകുമ്പോൾ സാധാരണ ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഷർട്ട് ചുരുങ്ങാൻ സാധ്യതയുണ്ടോ? ചുരുങ്ങാൻ സാധ്യത ഉണ്ടെങ്കിൽ അടുത്ത സൈസ് എടുക്കണം. 40 ആ സൈസ് എങ്കിൽ 42 എടുക്കണം. ചുരുങ്ങുമ്പോൾ കറക്റ്റ് ആവും. ഈ ചുരുങ്ങിയ ഒരു തുണി, പഴയ തുണി, അത് ഷ്രങ്ക് ആണ്, ഒരുപാട് ചുളുക്കം വീണു, ചുരുങ്ങി. പുതിയ തുണി എന്ന് പറഞ്ഞാൽ അത് ചുരുങ്ങാത്തൊരു തുണി. ഇത് രണ്ടുകൂടെ ഒരുമിച്ച് വെച്ച് തയ്ച്ചാൽ എന്തോ പറ്റുമെന്നറിയാം? ഇത് രണ്ടുകൂടെ ഒരുമിച്ച് വെച്ച് തയ്ച്ചാൽ ഒരു നന കഴിയുമ്പോ ഈ പുതിയ തുണി ചുരുങ്ങും. പുതിയ തുണി ചുരുങ്ങുമ്പോ എന്തോ പറ്റുമെന്ന് അറിയാമോ? ഇത് കീറും. എന്തോ സത്യമാ ഇന്ന് കർത്താവിന് നമ്മളോട് അറിയിക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാവരും പഴയ തുണി കണ്ട് വളർന്നവരാ. ഞാനത് കണ്ട് വളർന്നവരാ. യേശുവിനെ നമ്മളൊരു ബ്രാക്കറ്റിൽ ഇട്ടു. യേശു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു സ്വകാര്യ സ്വത്താ, ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവ്. അയൽവക്കക്കാർക്ക് എന്തോ പറ്റി? അയൽവക്കക്കാരെല്ലാം നരകത്തിലേക്ക് പോവാ. ഞങ്ങളെ കർത്താവ് രക്ഷിച്ചു. യേശു ഞങ്ങളുടെ ഫ്രെയിം വർക്കിൽ നിൽക്കുന്ന, ഞങ്ങളുടെ എന്ന് ഞാൻ പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിലിരിക്കുന്ന നമ്മുടെ ആ ലോക്കൽ ഡിനോമിനേഷനെയാ. ഞങ്ങളെ പ്രത്യേകമായി സ്നേഹിക്കുന്ന, ഞങ്ങളുടെ ഫ്രെയിമിൽ നിൽക്കുന്ന നല്ല യേശുവിന്റെ മുഖം. ഒരു പഴയ തുണി എന്ന് പറഞ്ഞാൽ ഒരു പഴയ ചിന്താഗതി, കാലകർണപ്പെട്ടു പോയ, പുസ്തകത്തിന് നിരക്കാത്ത, വിശാലതയില്ലാത്ത ആ യേശുവിന്റെ രക്ഷണ്യ പ്രവൃത്തിയിൽ, ഇവിടെ പരീശരോടാ പറയുന്നത്, ഒരു പുതുമ ആഗ്രഹിക്കാത്ത, കണ്ടു മടുത്തിട്ടും വോൺ ഔട്ടായ ഒരു തുണി. യേശു പറയാ, ഇതിനോട് ഞാൻ ഏച്ചു വെക്കാനല്ല ഞാൻ വന്നത്. പ്രിയ ദൈവമക്കളെ, എന്റെ കൂട്ടുകാരെ, കർത്താവ് എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ജോയെ, നീ പുതിയതിനു വേണ്ടി തയ്യാറാകണം. നീ കണ്ടു ശീലിച്ചതല്ല. നീ കണ്ടു ശീലിച്ച കുറെ കാര്യങ്ങളുണ്ട്, കണ്ടു ശീലിച്ച ശുശ്രൂഷകരുണ്ട്, കണ്ടു ശീലിച്ച ആത്മീകതയുണ്ട്. എനിക്ക് നിന്നിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ
വ്യത്യസ്തമായ ഒരു രീതിയിൽ നിന്നെ ഉപയോഗിക്കണമെങ്കിൽ ഒരു പുതിയ തുണിയായി തീർന്നാലേ കർത്താവിന്റെ കയ്യിലുള്ള പുതിയത് എന്നിൽ ഒട്ടിക്കാൻ ഒക്കത്തുള്ളൂ. എന്റെ പ്രിയ സഹോദരന്മാരെ, ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കണം. വേറെ ഒന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും പ്രാർത്ഥിക്കണം. ഞാനൊരു പുതിയ തുണിയാ, എന്നെ പുതിയതാക്കണമേ. എനിക്ക് തന്നെ അതാകാൻ ഒക്കത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ ഒരു പുതിയതാക്കി തീർക്കണമേ, ഒരു പുതിയ വ്യക്തിയാക്കി തീർക്കണമേ, ഒരു പുതിയ കാഴ്ചപ്പാട് എനിക്ക് തരണമേ, ഒരു പുതിയ തലത്തിലുള്ള ഒരു ആത്മീകത എനിക്ക് നൽകണമേ. ഇതാരും ഈ സത്യം മിസ്സായി പോവാതിരിക്കാൻ യേശു 17-ാമത്തെ വാക്യത്തിൽ ഒന്നുകൂടെ പറയുക, ഇതേ സത്യം. ഈ കോമ്പാറ്റബിൾ അല്ലാത്ത കാര്യം, ഒരു ചേഞ്ച് വേണ്ടിയതിന്റെ കാര്യം, കാഴ്ചപ്പാടിൽ വിശാലത വേണ്ടിയ ഒരു റിന്യൂവൽ ഓഫ് മൈൻഡ് വേണ്ടതിനെ കുറിച്ച് നോക്കിയേ. 17 ശ്രദ്ധിക്കുക. പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല. ടൈംലെസ് ട്രൂത്താ, മാറിപ്പോകാത്ത സത്യം എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസമാണ്. കാരണം നമ്മളാരും ഈ വീഞ്ഞു വെക്കുന്ന തുരുത്തിയോ ഒന്നും കാണാത്തതുകൊണ്ട് ഇത് ഭയങ്കര പ്രയാസമാണ്. 1-ാം നൂറ്റാണ്ടിലുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്തെന്ന് ചോദിച്ചാൽ, ആ നൂറ്റാണ്ടിൽ 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചവര് പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലേ പകരത്തുള്ളൂ. ഈ തുരുത്തി എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അറിയാമോ? മൺകല ഒന്നും അല്ല ഇത് ആടിന്റെ തോല് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ തുരുത്തി എന്ന് പറഞ്ഞാൽ. തുരുത്തി വൈൻ സ്കിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മെയ്ഡ് ഔട്ട് ഓഫ് സ്കിൻ ഓഫ് ഗോഡ്സ്. വൈൻ സ്കിൻ. പുതിയ തുരുത്തിയുടെ പ്രത്യേകത എന്താണെന്നറിയാം? യേശു എന്തുകൊണ്ടാ പറയുന്നത് പുതിയ വീഞ്ഞ് ആരും പഴയ തുരുത്തിയിൽ പകരത്തില്ല എന്ന് പറയാൻ കാര്യം, പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ ഒഴിച്ചാൽ എന്തോ പറ്റുമെന്നറിയാം? ഈ വീഞ്ഞിന് അതിൻ്റെതായ ഒരു സ്വഭാവമുണ്ട്. എന്താ സ്വഭാവം ചോദിച്ചാൽ, ഫെർമെന്റേഷൻ നടക്കും, ഗ്യാസസ് ഒക്കെ ഫോംഡ് ആവും. ഈ പുതിയ തുരുത്തിയാണെങ്കിൽ അത് വികസിക്കും. വീഞ്ഞിൽ മാറ്റം ഉണ്ടാകുന്നത് പോലെ ആ വൈൻ സ്കിൻ വികസിക്കും, അത് സ്ട്രെച്ച് ചെയ്യും, അത് ഫ്ലെക്സിബിൾ ആയിരിക്കും. പഴയ തുരുത്തിയുടെ പ്രശ്നം എന്താണെന്നറിയാം? പഴയ തുരുത്തിക്കകത്തോട്ട് പുതിയ വീഞ്ഞ് ഒഴിച്ചാൽ ഈ തുരുത്തി പൊട്ടിപ്പോവും. കാരണം ഇനി സ്ട്രെച്ച് ചെയ്യാനൊന്നുമില്ല. പ്രിയ സ്നേഹിതരെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു പോയിന്റിൽ നമ്മൾ വന്നെങ്കിൽ നമ്മൾ മാക്സിമം സ്ട്രെച്ച് ചെയ്തു. ബൈബിൾ വായന ഞാൻ എല്ലാ ദിവസവും രാവിലെ ഒരു അധ്യായം വായിക്കാതെ ഞാൻ വെളിയിറങ്ങത്തില്ല. എല്ലാ ദിവസവും വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു 5 മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കാതെ ബ്രദറെ ഞാൻ കിടക്കത്തില്ല. ഇതെല്ലാം കാണിക്കുന്നത് ഇതിനപ്പുറം ഒന്നും ഇല്ലാതെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു തുരുത്തി. ഇന്ന് സന്ധ്യയിൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവത്തിന് നമ്മളിൽ ഒരു പുത്തൻ വീഞ്ഞ് പകരാറുണ്ട്. എന്താ വീഞ്ഞെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ നമ്മളെ ഉപയോഗിക്കാൻ കഴിയുന്ന, നമ്മുടെ മനസ്സിൽ പോലും ചിന്തിക്കുന്നതിലപ്പുറമായി നമ്മളെ മാറ്റം വരുത്തുന്ന ഒരു വീഞ്ഞ് നമ്മളിൽ പകരുവാൻ യേശുപ്പച്ചൻ ഇന്ന് സന്ധ്യയിൽ തയ്യാറുണ്ട്, മനസ്സുണ്ട്. പക്ഷെ അതിനാവശ്യം ഒരു പുതിയ തുരുത്തി. അതെങ്ങനെ ആകാൻ ഒക്കും? ദൈവത്തിന്റെ വചനത്താലേ അതാകാൻ ഒക്കത്തുള്ളൂ. ഞാനൊന്ന് സ്വപ്നം കണ്ടോട്ടെ എന്ന് ചോദിച്ചാൽ എന്താ സ്വപ്നം എന്ന് ചോദിച്ചാൽ, യൂത്ത് എൻകൗണ്ടറിൽ ഈ സന്ധ്യയിൽ സംബന്ധിക്കുന്ന നിങ്ങളിൽ ചിലർ ദൈവത്തിന്റെ വചനവുമായി അഭിഷക്ത ദൂതുമായി കേരളത്തിൽ ഓടി നടന്ന്, ഇപ്പൊ കൊറോണ വൈറസിന്റെ സമയത്ത് അയ്യോ എങ്ങനെയാ പാസ്റ്റർ, ഇതിപ്പോ ഓരോ വാക്കും ശ്രദ്ധിക്കണം. കാരണം ഈ ഭാഗം മാത്രം ചിലപ്പോൾ കട്ടാവും. ഈ ഭാഗം മാത്രം കട്ടായി പോയാൽ അദ്ദേഹം പറഞ്ഞു ഓടി നടക്കുന്നു എന്നുള്ളത് അർത്ഥമാക്കിയത് നിങ്ങളെ ഒരു അത്ഭുതത്തിന്റെ വാഹകരാക്കുവാൻ. ഒരു പക്ഷെങ്കിൽ മീഡിയം ഉപയോഗിച്ചായിരിക്കാം, ഫേസ്ബുക്കിലൂടെ ആയിരിക്കാം, യൂട്യൂബിലൂടെ ആയിരിക്കാം. ദൈവവചനം നല്ലതായി പഠിച്ച്, അവിടെ പിന്നെ ആശയക്കുഴപ്പം വരിക. എന്തോ ഞങ്ങളെല്ലാം കൂടെ ഇന്ന് യൂത്ത് എൻകൗണ്ടറിൽ ഉള്ളവരെ എല്ലാം കൂടെ ബൈബിൾ കോളേജിലേക്കാണോ വിളിക്കുന്നത്? അല്ല. ദൈവവചനം പഠിക്കുവാൻ വേണ്ടി ബൈബിൾ കോളേജിൽ വരണമെന്നുള്ളത് നിർബന്ധമല്ല. ബൈബിൾ കോളേജിൽ വരുന്നത് നല്ലതാ എന്ന് ചിന്തിക്കുന്ന ഒരാളാ ഞാൻ. കാരണം തെറ്റു പറയാതിരിക്കുമല്ലോ. ബൈബിൾ കോളേജിൽ വരാതിരുന്നാലും ദൈവത്തിന്റെ വചനം പഠിക്കാം. പക്ഷേ പഠിക്കുന്നതിന് അതിന് യാതൊരു മനസ്സും വേറൊരു ചിന്താഗതി ഉണ്ടാകരുത്. പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്, ഡു യുവർ ബെസ്റ്റ് ടു പ്രസന്റ് യുവർ സെൽഫ് ആസ് വൺ അപ്രൂവ്ഡ് who correctly handles the word of truth എന്ന് പറഞ്ഞാൽ
ദൈവത്തിന്റെ വചനത്തിന്റെ വ്യാഖ്യാനങ്ങൾ ചെയ്യുമ്പോൾ ലജ്ജിച്ചു പോകാതെ, ചുമ്മാതെ ഒന്നും അറിയാതെ ഒരു വാക്യം തുറന്നു വെച്ച് ഒരു വാക്യം എടുത്ത് മുമ്പോ പിമ്പോ അറിയാതെ, യാതൊരു പഠനവും ഇല്ലാതെ ലാഘവത്തോടെ നമ്മുടെ ഏതോ ചിന്തിച്ചു കൂട്ടിയ ആശയം പറയുന്നതല്ല. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, നിങ്ങളിൽ ചിലരെ ഈ യൂത്ത് എൻകൗണ്ടറിൽ, ഈ പ്ലാറ്റ്ഫോമിൽ ഇന്ന് സന്ധ്യയിൽ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലരെ കർത്താവ് ഒരു പുത്തൻ അഭിഷേകത്തോടെ വചനത്തിന്റെ വെളിപ്പാടുകൾ തന്ന്, ഒരു ബൈബിൾ കോളേജിലും കിട്ടത്തില്ല വചനത്തിന്റെ വെളിപ്പാട്. ഞാൻ ചിലപ്പോൾ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറയും, ഇതെല്ലാം ഇന്റർപ്രിട്ടേഷൻ ബൗണ്ടറീസ് പഠിപ്പിക്കുന്നു. വചന വെളിപ്പാട് പരിശുദ്ധാത്മാവിന് മാത്രമേ തരാൻ ഒക്കത്തുള്ളൂ. യൂത്ത് എൻകൗണ്ടറിൽ എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളിൽ ചിലരുടെ കണ്ണുകളിലെ തിമിരം ദൈവം കളഞ്ഞ് ഒരു പുതിയ വെളിപ്പാട് ദൈവം നൽകി നിങ്ങളെ അത്ഭുതത്തിന്റെ ഉപകരണമാക്കി തീർത്ത്, നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ ജീവൻ അവരിൽ വരത്തക്കവണ്ണം സമാധാനമില്ലാത്തയിടത്ത് സമാധാനം ഉണ്ടാക്കുന്നവരായി, സാത്താനാൽ പിടിക്കപ്പെട്ടവരുടെ കൈയുടെ വിലങ്ങുകൾ അഴിക്കുന്നവരായി ഒരു പുതിയ അഭിഷേകം കർത്താവ് നിങ്ങളിൽ പകരട്ടെ. എന്റെ ആഗ്രഹം അതാ. ഇന്നത്തെ മീറ്റിംഗ് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കണം, ലോർഡ് മേക്ക് മീ ന്യൂ. ഇംഗ്ലീഷിലൊരു നല്ല പാട്ടുണ്ട്, ഡു സംതിങ് ന്യൂ ഇൻ മൈ ലൈഫ്. എന്റെ ജീവിതത്തിൽ ഒരു പുതിയത് ചെയ്യണമേ, എന്നെ പുത്തൻ ഒരു വൈൻ സ്കിനാക്കി തുരുത്തിയാക്കി മാറ്റണമേ, എന്നെ പുതിയൊരു തുണിയാക്കി മാറ്റണമേ. ദൈവം എന്നിൽ ഒരു പുത്തൻ കാര്യം ചെയ്താലേ എന്നിലൂടെ ഒരു അനുഗ്രഹമായി തീരാനൊക്കത്തുള്ളൂ. പ്രിയദൈവമക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, എന്തിനാ യേശു ഇത് പറയുന്നതെന്നറിയാം? ഈ ഞാൻ ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞു നിർത്തിയ പോലെ ഓരോ വാക്യവും മനസ്സിലാക്കണമെങ്കിൽ അതിന് മുമ്പ് എഴുതിയതും പിമ്പെഴുതിയതും മനസ്സിലാക്കണം. അല്ലാതെ അടർത്തിയെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള കുറെ ആശയങ്ങൾ പറയുന്നതല്ല ദൂതെന്ന് പറയുന്നത്. മത്തായി എന്ന സുവിശേഷകൻ ചെയ്തു വരുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ ചെയ്തു വരുന്നത്? ഫ്രം ചാപ്റ്റർ 1, 1-ാമത്തെ അധ്യായം മുതൽ ചെയ്തു വരുന്നത് ഒരു ക്ലൈമാക്സിലായി നിൽക്കുകയാണ് ഈ 9-ാമത്തെ അധ്യായം. നമ്മുടെ ചിന്താവിഷയം ഇതാ, ആർ യു വില്ലിംഗ് ഫോർ എ ചേഞ്ച്? എന്താ മത്തായി ചെയ്യുന്നതെന്ന് അറിയാം? മത്തായി എന്ന സുവിശേഷകൻ ചെയ്യുന്നത് ചേഞ്ചിന് താല്പര്യമില്ലാതെ നിൽക്കുന്ന ഒരു കൂട്ടം. ആരാന്നറിയാമോ ചേഞ്ചിന് താല്പര്യമില്ലാതെ നിൽക്കുന്ന കൂട്ടം? ദ ജൂയിഷ് പീപ്പിൾ അറ്റ് ലാർജ്, യഹൂദന്മാർ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം മുതൽ കാണുന്നത് പോലെ യേശു സ്വന്തത്തിലേക്ക് വന്നു. പക്ഷെ എന്താ പറ്റി? സ്വന്തക്കാർ അവനെ കൈക്കൊണ്ടില്ല. ചേഞ്ച് ചെയ്യാൻ വയ്യ. ചേഞ്ച് ചെയ്യാൻ വയ്യ എന്താന്ന് ചോദിച്ചാൽ, ഈ സ്വന്തക്കാരായിട്ടുള്ളവർ യഹൂദന്മാർ, ഈ ജാതികളായിട്ടുള്ളവർ, യഹൂദന്മാരുടെ പുറത്തുള്ളവർ. യഹൂദന്മാർക്ക് പരിച്ഛേദനയുണ്ട്, യഹൂദന്മാർക്ക് ശാബത്തുണ്ട്, യഹൂദന്മാർക്ക് മോശയിക ന്യായപ്രമാണമുണ്ട്. വളരെ വെൽ ഡിഫൈൻഡ് ബൗണ്ടറി ഉള്ളവരാ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കണ്ടാലേ ഇന്നിപ്പോ അത് പറയാനൊക്കത്തില്ല. കാരണം ഞാൻ ജെറിനെ നോക്കുമ്പോൾ ജെറിനും ഒരു താടി കാണുന്നു, ഞാനും ഒരു താടി വെച്ചിരിക്കുന്നു. നമുക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ട് പറയാനൊക്കത്തില്ല. അപ്പൊ പണ്ടത്തെ ഇതിൽ നമ്മളെ പോലെ അല്ലാത്തവരെന്ന് ചിന്തിച്ചാൽ മതി. അപ്പം ഈ ജാതികളായി ഉള്ളവര് പഴയ ഒരു ഇതിന്റെ അഭിപ്രായത്തിൽ യു ഹാവ് ടു ബി ഹാവിങ് ക്ലീൻ ഷേവ്. വേറൊരു ഇതുമില്ല. ഇപ്പം ചിലടത്ത് അത് വ്യക്തമായി ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. അത് നല്ല ട്രഡീഷൻ ആണെന്ന് തോന്നുന്നെങ്കിൽ ഫോളോ ചെയ്യുക. അത് നിമിത്തം ഒരു വേർതിരിവുണ്ടാക്കി ഞാൻ നല്ലവനായെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഐ തിങ്ക് വി ഹാവ് ടു റീവിസിറ്റ് അവർ തോട്ട്സ്. അപ്പൊ ഇവിടെ പ്രശ്നം യഹൂദന്മാർക്ക് മാറാൻ വയ്യ. ജാതികൾ എന്ന് പറയുന്നത് ഔട്ട്കാസ്റ്റ്, അവരോട് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് വെറുപ്പ്. അതുകൊണ്ടാ പത്രോസിനെ പോലുള്ള ആൾക്കാർ പോലും, ഗലാത്യ ലേഖനം 2-ൽ പത്രോസ് ഈ ജാതികളുടെ കൂടെ ഭക്ഷണം കഴിച്ചിട്ടും യഹൂദന്മാർ വരുന്നെന്ന് കേൾക്കുമ്പോൾ പുറമോട്ട് മാറുക. കാരണം ഒരു ചേഞ്ച്, ഞാൻ ഒരു സെന്റൻസോടെ പറയട്ടെ ഇവിടെ, ചേഞ്ച് ഇസ് ഇൻഎവിറ്റബിൾ ബട്ട് ചേഞ്ച് ഇസ് വെരി ഡിഫിക്കൽട്ട്. എവറി ടൈം ചേഞ്ച് ഇസ് ഡിഫിക്കൽട്ട്. പത്രോസിന് ഭയങ്കര പാടാ മാറാൻ. പത്രോസെ, ഇതിനു മുമ്പ് കൊർന്നല്യോസിന്റെ വീട്ടിൽ പോയതല്ലേ, ജാതികന്റെ വീട്ടിൽ പോയി പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുന്നത് കണ്ടതല്ലേ, എന്തിനാ പിന്നെ നീ വേർതിരിവുണ്ടാക്കുന്നേ? പത്രോസ് പറയും, അതെ, കൊച്ചിലെ മുതലേ ഞാൻ കണ്ടു വളർന്നോണ്ടാ, ഇച്ചിരി പാടാ, അതുകൊണ്ടാ, മറ്റുള്ളവരെ എന്തോ ചിന്തിക്കുമെന്ന് ഓർത്തോണ്ടാ ഞാൻ. ഇതാ പ്രശ്നം. ചേഞ്ച് ഇസ് ഡിഫിക്കൽട്ട്. മത്തായി സുവിശേഷം എഴുതുന്നത് ഈ ചേഞ്ച് ചെയ്യാൻ വയ്യാത്തവരോട് എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഒരു ഫ്രെയിം വർക്കിൽ ഇട്ടിരിക്കുക. ദൈവം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ദൈവം. ആരാ ഈ ഞങ്ങൾ എന്ന് പറയുന്നത്? നല്ല മക്കൾ, സൗഖ്യമുള്ളവർ, നല്ല വസ്ത്രം തന്നെത്താൻ ഇട്ടിരിക്കുന്നവർ.
പക്ഷെ ദൈവം നോക്കുമ്പം ഇതെല്ലാം കറപുരന്ന തുണിയാണ് ഈ കിടക്കുന്നത്. കറപുരണ്ട തുണിയാണെങ്കിലും സ്വയമേ ചിന്തിക്കുന്നത് ഞാൻ നല്ല വസ്ത്രം ധരിച്ച് നിൽക്കുന്നു എന്നുള്ള ചിന്ത. ഇവരുടെ ആശയത്തെ മാറ്റി ഇവർക്കൊരു ചേഞ്ച് ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ സുവിശേഷം എഴുതുന്നത്. ടു ബ്രിങ് എ ചേഞ്ച് ടു ദി അഡമന്റ് പീപ്പിൾ, റിജിഡ് പീപ്പിൾ, ഫ്ലെക്സിബിൾ അല്ലാത്ത, സ്ട്രെച്ച് ചെയ്യാൻ വയ്യാത്ത ഒരു മോൾഡിലായി പോയൊരു കൂട്ടം. അതിന് മത്തായി തുടങ്ങുന്ന രീതി കണ്ടാൽ നോക്കിക്കേ, 1-ാമത്തെ അധ്യായം തുടങ്ങുന്നത് സാധാരണഗതിയിൽ ഞാൻ എപ്പോഴും പറയും, ഈ ഡിസംബർ 31-ാം തീയതി സ്പെഷ്യൽ ആ കമ്മിറ്റ്മെന്റ് ഒക്കെ നമ്മൾ ചെയ്തിട്ട് രാത്രി പ്രാർത്ഥനയിൽ നമ്മൾ കമ്മിറ്റ്മെന്റ് ചെയ്യും, കർത്താവേ ഇഫ് യു ആർ ഗിവിംഗ് മീ 1 more year ഐ ആം ഗോയിങ് ടു റീഡ് ഗോഡ്സ് വേർഡ് സിസ്റ്റമാറ്റിക്കലി. അപ്പൊ എവിടെ തുടങ്ങണം? ആരോ പറഞ്ഞു സ്റ്റാർട്ട് വിത്ത് മാത്യു, സ്റ്റാർട്ട് വിത്ത് ന്യൂ ടെസ്റ്റ്മെന്റ്. കാരണം യേശുവിന്റെ ജീവചരിത്രമല്ലേ, യേശുവിന്റെ ജീവിതവും ചരിത്രവും ഒക്കെ പഠിക്കണ്ടേ. ജനുവരി 1-ാം തീയതി രാവിലെ 7 മണിക്ക് വായിക്കുന്ന ഒരു അധ്യായമാണ്. ആ അധ്യായം കൊണ്ട് തുടങ്ങി അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ അടുത്ത 2-ാം വാക്യത്തിൽ യഹൂദ താമാറിൽ പാരേസിനെയും, ഇതൊരു 5 മിനിറ്റ് കഴിയുമ്പോ തന്നെ വേറെ ഏതെങ്കിലും ബുക്കുണ്ടോ? അന്ന് വൈകിട്ട് യൂത്ത് ലീഡറിനെ വല്ലതും വിളിച്ചു ചോദിക്കുന്ന, അച്ഛാ ഏത് ബുക്കാ നമുക്കൊന്ന് വായിച്ചു തുടങ്ങാൻ നൽകിയത്? അങ്ങനെ തുടങ്ങിയ ആരെങ്കിലും കാണുമെന്ന് ഞാൻ കരുതട്ടെ. പക്ഷെ ഈ ജൂലൈ ആകുമ്പോഴത്തേന് സാറിന് എന്തോ പറ്റുമെന്നറിയാം, ഈ ഗ്രാഫ് ആ ജനുവരി 1-ാം തീയതി വായിച്ചു തുടങ്ങിയ ഗ്രാഫ് ഇങ്ങനെ താഴോട്ട് വന്ന് ഈ തറയിൽ കൂടി ഇങ്ങനെ ഓടുന്നൊരു സമയമായി ഈ ജൂലൈ മാസം, ഓഗസ്റ്റ് മാസം ഒക്കെ. എന്നാൽ ഇതിന്റെ കാര്യം ആ കാണേണ്ടത് നമ്മൾ അവിടെ കാണുന്നില്ല എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഫസ്റ്റ് പേജിലെ ഒരു 4 പേരെ കുറിച്ച് ചിന്തിച്ചാൽ, ആ 4 പേരെ പറയുന്നത് ആരെ കുറിച്ചാ പറയുന്നത്? ചാപ്റ്റർ 1 1-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ അദ്ദേഹത്തിന്റെ പേര് കാണാം. നോക്കിക്കേ, ജൂഡ ദ ഫാദർ ഓഫ് പെരസ് ആൻഡ് സെറ ഹൂസ് മദർ വാസ് താമാർ. താമാറിന്റെ പേര് കാണുമ്പോ ഇത് വായിക്കാൻ പോകുന്നവരുടെ മനസ്സിൽ അവരുടെ മുഖത്തുണ്ടാകുന്ന റിയാക്ഷൻ എനിക്ക് ചിന്തിക്കാനേ ഉള്ളൂ. ഒന്ന് ഓർത്തു നോക്കിയേ, എല്ലാവരോടും ഒരുമിച്ചിരിക്കുക, ഇത് വായിക്കുക അല്ലെങ്കിൽ ഇത് കേൾക്കുക. അവരുടെ മുഖത്തെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഐബ്രോസ് എല്ലാം മേളിലോട്ട് പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തൊട്ടി ചോദിക്കും, ഇത് മിസ്റ്റേക്ക് ആണോ? ഇത് വല്ല പ്രിന്റിംഗ് മിസ്റ്റേക്ക് വല്ലതും ആണോ? യേശുവിന്റെ വംശാവലി എഴുതിയപ്പോ യേശുവിന്റെ വംശാവലിയിൽ താമാറിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ആ ഷോക്ക് അങ്ങോട്ട് മാറുന്നതിന് മുമ്പ് ഇത് ആ വാക്യം കണ്ടിന്യൂ ചെയ്ത് 5-ാമത്തെ വാക്യം വരുമ്പോ, സൽമോൻ ദ ഫാദർ ഓഫ് ബോഅസ് ഹൂസ് മദർ വാസ് റേഹാബ്. അടുത്ത പേര് രാഹാബ്. രാഹാബ് എന്ന് കേൾക്കുമ്പോഴേ ഈ സ്വയനീതിക്കാരന്റെ മനസ്സിലെല്ലാം അയ്യോ ആ പേര് ഇവിടെ എഴുതേണ്ട വല്ല കാര്യമുണ്ടോ? അത് കഴിഞ്ഞ് അടുത്ത അങ്ങോട്ട് പോകുന്നു, ബോസ് ദ ഫാദർ ഓഫ് ഓബേദ്. 5-ാമത്തെ വാക്യമാ, ഫാദർ ഓഫ് ഓബേദ് ഹൂസ് മദർ വാസ് രൂത്ത്. ഈ 3 പേരും ഉണ്ടല്ലോ, താമാർ, രാഹാബ്, രൂത്ത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കണം, 1-ാം നൂറ്റാണ്ടിൽ യഹൂദന്മാർ വംശാവലി എഴുതിയിരുന്നു. നോബഡി വുഡ് ഇൻക്ലൂഡ് വിമൻ ക്യാരക്ടേഴ്സ്. സ്ത്രീകളുടെ പേര് എഴുതത്തേയില്ലായിരുന്നു. കാരണം ദാറ്റ് വാസ് എ മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി. പുരുഷ മേധാവിത്വമുള്ള ആ സംസ്കാരത്തിൽ ഒരു സ്ത്രീകളുടെയും പേര് വംശാവലിയിൽ എഴുതത്തില്ല. ഇനി എഴുതുവാണെ ആരുടെ എഴുതണം? നിങ്ങൾ പറ. ഇതിനകത്ത് എഴുതുവാണെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് സാറായുടെ പേരാ, ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് റാഹേൽ, റേച്ചലിന്റെ പേരാ. ഇത് സാറായുമില്ല, റാഹേലുമില്ല. ഈ രാഹാബിനെയും താമാറിനെയും രൂത്തിനെയും അടുത്ത വാക്യത്തിൽ കാണുന്നത് വ്യക്തമായി പറയും. 6-ാമത്തെ വാക്യത്തിൽ ജെസി ദ ഫാദർ ഓഫ് കിങ് ഡേവിഡ്, ഡേവിഡ് വാസ് ദ ഫാദർ ഓഫ് സോളമൻ. അവിടെ അങ്ങ് നിർത്തിയാൽ മതിയായിരുന്നു. ഡേവിഡ് വാസ് ദ ഫാദർ ഓഫ് സോളമൻ ഹൂസ് മദർ ഹാഡ് ബീൻ ഊറിയാസ് വൈഫ്. ഊരിയയുടെ ഭാര്യയായ ബത്ശേബ. ഈ വ്യക്തികളെ വെച്ച എന്തിനാണെന്നറിയാം? എന്റെ സഹോദരിമാരെ, ഞാൻ പലപ്പോഴും എന്നോട് തന്നെ പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ ഫസ്റ്റ് പേജ് ഓഫ് ദ ന്യൂ ടെസ്റ്റ്മെന്റ് ഒരാൾക്ക് മനസ്സിലായാൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രത്യാശ കൈവിടത്തില്ല. ഒരിക്കൽ പോലും ഇരുന്നുകൊണ്ട് പറയത്തില്ല ഐ ആം ഹോപ്പ്ലെസ്, ഐ ഹാവ് നോ ഹോപ്പ്. ഞാൻ ഇന്ന് നിങ്ങളോട് എല്ലാവരോടും ഒരു വലിയ സത്യം വിളിച്ചു പറയാം. തിരുവചനത്തിലെ സത്യം. ഞാൻ എവിടുന്നോ കൊണ്ടുവരുന്ന ഒരു സത്യമല്ല. തിരുവചനത്തിലെ ഒരു സത്യം എന്താന്ന് ചോദിച്ചാൽ, ഇഫ് യു ആർ വില്ലിംഗ് ടു ചേഞ്ച്, ഒരു മാറ്റത്തിന് തയ്യാറായാൽ, ഏതുവരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്നുള്ളതല്ല കാര്യം, God can start something new in your life
ടുഡേ, ഇന്നത്തെ ദിവസം ഒരു പുതിയ അധ്യായം ഒരു വൈറ്റ് പേപ്പർ കയ്യിൽ തരുന്നത് പോലെ എഴുതി കുത്തി വരച്ചിട്ടിരിക്കുന്ന, റബ്ബ് ചെയ്ത് പിന്നെ എഴുതി ആ പേപ്പർ അല്ല, അതെല്ലാം ടേർ ചെയ്ത് കളഞ്ഞ് ഒരു പുതിയ വ്യക്തിയാക്കി തീർക്കുന്ന, ഒരു പുതിയ കൃപ പകരുന്ന, എ ഫ്രഷ് അനോയിന്റിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് പകരുന്ന ഒരു സന്ധ്യയായി മാറട്ടെ ഇത്. അതുകൊണ്ടാണ് ഈ 4 പേരെന്നാ ഞാൻ ചിന്തിച്ചിരിക്കുന്നത്. കാരണം ഈ പേരുകള് മുഖത്ത് കിട്ടുന്ന ഒരു അടിയും ഐ ഓപ്പണറും ആകണം. ആർക്കുള്ള ഐ ഓപ്പണറാ? ഈ സ്വന്തം നീതിയുടെ കുപ്പായം ധരിച്ച് ആ ബെർലിൻ പ്രിസണിൽ ചെന്നപ്പോ ഐ ആം നോട്ട് ഗിൽറ്റി എന്ന് പറയുന്നവർക്ക് ഈ പേരുകൾ അവരുടെ മുഖത്ത് കിട്ടുന്ന ഒരു അടിയാണ്. ഇന്ന് സന്ധ്യയിൽ ഈ പേരുകളെ വംശാവലിയിൽ കൊണ്ടുവന്ന ദൈവം നിങ്ങളിൽ ആരെയും ഉപയോഗിക്കുവാൻ മനസ്സുള്ള ഒരു ദൈവമാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ആരും വി ഹാവ് നോട്ട് ഗോൺ ബിയോണ്ട് ദ റീച്ച് ഓഫ് ഗോഡ്. ദൈവത്തിന് എത്താൻ വയ്യാത്തതുപോലെ ഒരു ദൂരം, ദൈവത്തിന് മാറ്റാൻ ഒക്കാത്തതുപോലെ ഒരു പരാജയം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. ഒരു നല്ല സെന്റൻസ് ഇംഗ്ലീഷിൽ ഇപ്രകാരം പറയും: God doesn't call the qualified, he qualifies whom he calls. എല്ലാം തികഞ്ഞവരെ അല്ല ദൈവം തെരഞ്ഞെടുക്കുന്നത്, ദൈവം തികഞ്ഞ് എടുത്തവരെ ദൈവം പക്വതയിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് സന്ധ്യയിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ: കർത്താവെ, എന്നെ ഉപയോഗിക്കപ്പെടണമേ, ദൈവമേ എന്നെ പ്രയോജനപ്പെടുത്തണമേ, ദൈവം എന്നിലൂടെ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ച് സന്ധ്യയിൽ തുടങ്ങിയാൽ ഈ 4 പേരെ വംശാവലിയിൽ കയറ്റിയ ദൈവത്തിന്റെ ജ്ഞാനം, ആ ജ്ഞാനം നിങ്ങളുടെ മേൽ വന്നാൽ, ആ ജ്ഞാനം എന്റെ മേൽ വന്നാൽ, മനുഷ്യർ അതിശയിക്കുന്നത് പോലെ, നിങ്ങൾ പോലും അതിശയിക്കുന്നത് പോലെ. ഞാൻ പലപ്പോഴും ഈ ദിവസങ്ങളിൽ കുറെ നാളുകളായി എനിക്ക് ഒഴിവ് സമയങ്ങൾ കിട്ടുമ്പോൾ ഞാൻ ഇരുന്ന് ചിന്തിക്കും. ഇടയ്ക്ക് എന്റെ വൈഫിനോട് ഞാൻ പറയും, എനിക്ക് അതിശയമാണ്, ഐ ആം ഓവർസ്ട്രക്ക്. കർത്താവിന് എന്നെ വചനം പറയുവാൻ ഉപയോഗിക്കാൻ ഒക്കും, എന്നിലൂടെ വചനം ദൈവം പറയുന്നത് ഐ ആം അമേസ്ഡ്. പ്രിയ ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ ജനിച്ച കുടുംബം, ചിലപ്പോ അതിനകത്ത് ഒരുപാട് പരാധീനതകൾ കാണും. നിങ്ങളിൽ ചിലര് ചിന്തിച്ചു കാണും, അയ്യോ കർത്താവേ, എന്തോ ഒരു അന്തരീക്ഷമായി വീടിന്റെ. പക്ഷെ നിങ്ങളിൽ ചിലര് ചിന്തിക്കാനും, താങ്ക് ഗോഡ് എനിക്കൊരു നല്ല മാതാപിതാക്കൾ ഉണ്ടല്ലോ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇത് രണ്ടും ഒരു ഇതിൽ പറഞ്ഞാൽ ഒരു പ്രാർത്ഥനയില്ലാതെയോ അല്ലെങ്കിൽ ഒരു ഡിസ്ഫങ്ഷണൽ ഫാമിലി ജനിച്ചു, അത് ഓർത്തുള്ള റിമോഴ്സ്. പക്ഷെ ഇതിന്റെ മറ്റേ സൈഡിൽ ഒരു നല്ല ഫാമിലിയിൽ ജനിച്ചെന്ന് കണ്ടു. പപ്പായും മമ്മിയും നല്ല സ്പിരിച്വൽ ആണ്, ചിലപ്പോ അവര് ശുശ്രൂഷയിലുമായിരിക്കാം. ലോകം നോക്കുമ്പോ വാവ് ഗ്രേറ്റ് മോനെ, യു ഗോട്ട് എ ബിഗ് പ്രിവിലേജ് ടു ബി ഇൻ ദിസ് ഫാമിലി. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അവർക്ക് ഇൻഫ്ലുവൻസ് നമ്മളെ ചെയ്യാൻ ഒക്കും. തീർച്ചയായിട്ടും അവര് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളോട് പറയാം, വന്നിരുന്ന് പ്രാർത്ഥിക്ക്. അവർക്ക് ജീവിച്ച് കാണിക്കാൻ ഒക്കും, ഇതെല്ലാം ഒക്കും. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ആർക്കും നമുക്കൊരു ശുശ്രൂഷ തരാൻ ഒക്കത്തില്ല. ആർക്കും ഒരു ശുശ്രൂഷ തരാൻ ഒക്കത്തില്ല. നമ്മുടെ മേലൊരു വിളി വരേണ്ടത് അത് ദൈവത്തിന് മാത്രം ചെയ്യാൻ ഒക്കുന്ന കാര്യമാണ്. പ്രസംഗിക്കുകയോ പാടുകയോ ഒരു ഗിഫ്റ്റ്, ഒരു മിനിസ്ട്രിയിലുള്ള ഗിഫ്റ്റ്. ഞാൻ മനസ്സിലാക്കിയ സത്യം ഇതാ, ഒരാൾക്ക് പോലും നമുക്കത് തരാൻ ഒക്കത്തില്ല. ചിലപ്പോ ഒരു വേദി തരായിരിക്കും, ആ വേദിയിൽ ഉപയോഗിക്കപ്പെടണമെങ്കിൽ കർത്താവിന്റെ അഭിഷേകം വേണം. അല്ലെങ്കിൽ ആ വേദി ആയിരിക്കും അവസാനത്തെ വേദി. അവിടെ ഒരു വേദിയിൽ നമ്മളെ ഒരു പരിചയം കൊണ്ട് നിർത്തിയേക്കാം, പക്ഷെ ആ വേദിയിൽ നമ്മൾ ഉപയോഗിക്കപ്പെടണമെങ്കിൽ, നിങ്ങൾക്ക് പാടാൻ ഒരു അവസരം ചിലപ്പോ ആരെങ്കിലും ഫ്രണ്ട്സ് പറഞ്ഞേണ്ട അവനൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, കിട്ടിക്കാണും. പക്ഷെ ആ പാടിക്കൊണ്ടിരിക്കുമ്പോ ദൈവ സാന്നിധ്യം വ്യാപരിക്കണമെങ്കിൽ അതൊരു മനുഷ്യന് തരാൻ ഒക്കത്തില്ല, ഒരു പിതാവിന് തരാൻ ഒക്കത്തില്ല, ഒരു ഫ്രണ്ടിന് തരാൻ ഒക്കത്തില്ല. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്താന്ന് ചോദിച്ചാൽ, അതാരുടെയും കയ്യിൽ ദൈവം കൊടുക്കാഞ്ഞതിനായി സ്തോത്രം. ഇന്ന് രാത്രിയിലും നമ്മുടെ കുടുംബം നോക്കാതെ, നമ്മുടെ കളർ നോക്കാതെ, നമ്മുടെ വിദ്യാഭ്യാസം നോക്കാതെ, നമ്മുടെ ബൈബിൾ കോളേജിൽ പഠിച്ചോ ഇല്ലയോ എന്ന് നോക്കാതെ, നമ്മുടെ മേൽ പകരുന്ന ഒരു അഭിഷേകം, നമ്മളെ ആൾ മാറിയവരാക്കി തീർക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ കൃപ, അത് ഓർത്താണ് നമുക്ക് ദൈവത്തിന് നന്ദി പറയേണ്ടതും. അത് ഓർക്കുമ്പം ഐ ഹാവ് ഹോപ്പ്. കാരണം ഈ മുഖപക്ഷം ദൈവത്തിനുണ്ടായിരുന്നെങ്കിൽ എന്നെ തെരഞ്ഞെടുക്കത്തില്ല, വേറെ ആരെയും തെരഞ്ഞെടുത്തേനെ, മിടുക്കന്മാരെ തെരഞ്ഞെടുത്തേനെ.
പക്ഷേ ഒരു 13-12 വർഷം മുമ്പ് 5 പേരുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയാൽ മുട്ടടിക്കുന്ന, വല്ലാതെ വിയർക്കുന്ന, ബൈബിൾ പോലും കൈപിടിച്ചാൽ നിൽക്കാത്ത, ഇത്രയും സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്ന, ഇത്രയും ഒരു ലോ മൊറയിൽ ഉണ്ടായിരുന്ന, ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാഞ്ഞ, കൊച്ചിലെ മുതലേ വി ഓൾവേസ് തോട്ട് ഹി വുഡ് ബി സംതിങ്, അതൊന്നും ഇല്ലാഞ്ഞ, ഈ ഏറ്റവും ഫിയറും ഏറ്റവും ബലഹീനനെന്ന് എനിക്ക് തന്നെ തോന്നുന്ന, മറ്റുള്ളവർ എന്നോട് പറഞ്ഞിട്ടുള്ള, ഇന്നും എന്നോട് പറയുന്ന യാഥാർത്ഥ്യങ്ങൾ അവിടെ ഇരിക്കെ ദൈവത്തിന്റെ കൃപ നമ്മളിലൂടെ ചൊരിയണമെങ്കിൽ ഒരു കാര്യം മനസ്സിലാകണം. ഈ ആദ്യത്തെ പേജിൽ ഈ 4 ക്യാരക്ടേഴ്സ് ഒരു സത്യം പറയുന്നു. യു കാനോട്ട് പുട്ട് ജീസസ് ഇൻ ദ ബ്യൂട്ടിഫുൾ ഫ്രെയിം ദാറ്റ് യു ഹാവ് ക്രിയേറ്റഡ്. യേശുവിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു നല്ല ഫ്രെയിം, ആ നല്ല ഗോൾഡൻ ഫ്രെയിമിൽ നല്ല വ്യക്തികളെ മാത്രം തെരഞ്ഞെടുക്കുന്ന ഒരു യേശുവിന്റെ ഫ്രെയിം ഇന്ന് രാത്രി പൊട്ടി മാറട്ടെ. താമാറിനെ അകത്ത് കയറ്റിയെങ്കിൽ, രാഹാബിനെ അകത്ത് കയറ്റിയെങ്കിൽ, രൂത്തിനെയും ബത്ശേബയെയും അകത്ത് കയറ്റിയെങ്കിൽ, ഈ ബ്യൂട്ടിഫുൾ ഫ്രെയിമിന് ഒരു വിസ്താരം ഉണ്ടാക്കിയാലേ ഒക്കത്തുള്ളൂ. യൂത്ത് എൻകൗണ്ടറിൽ ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലർ ഈ ഫ്രെയിമിനകത്ത് കയറട്ടെ. ഏത് ഫ്രെയിം എന്ന് ചോദിച്ചാൽ രക്ഷയുടെ ഫ്രെയിമിനെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, ഒരു ശുശ്രൂഷയുടെ ഫ്രെയിം എന്ന് പറഞ്ഞാൽ, നിങ്ങളിൽ ചിലര് ഭാവിയിൽ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോ, ദൈവത്തിന് വേണ്ടി അരുളപ്പാടുകൾ പറയുമ്പോൾ മറ്റുള്ളവരെ അതിശയിക്കും. ഇവനോ എങ്ങനെ? അതെങ്ങനാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് പേജ് കാണിക്കുന്ന ഒരു കാര്യമാണിത്. ഗോഡ് കനോട്ട് ബി ലിമിറ്റഡ് ഇൻ അവർ ബ്യൂട്ടിഫുൾ ഫ്രെയിംസ്. ആദ്യത്തെ 4 അധ്യായം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ഇൻട്രൊഡക്ഷനാ. ആ ഇൻട്രൊഡക്ഷന്റെ തുടക്കമാണ് ഞാൻ പറഞ്ഞത്. മത്തായി പറയുന്നത് ബി വില്ലിംഗ് ഫോർ എ ചേഞ്ച്, ഒരു ചേഞ്ചിന് തയ്യാറാകുക, ഇല്ലെങ്കിൽ യേശുവിന്റെ വംശാവലി എങ്ങനെ മനസ്സിലാക്കും? ആദ്യത്തെ 4 അധ്യായം എല്ലാ വാക്യങ്ങളിലും പോകാനൊന്നും സമയമില്ല. 5 മുതൽ 7 വരെ ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സ് ഈസ് ഇൻട്രൊഡ്യൂസിങ് ജീസസ്. അത് തന്നെ ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ദ ബോക്സ്. അതാ നമ്മളിപ്പോ കണ്ടോണ്ടിരുന്നത്. 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ യേശുവിന്റെ ഫസ്റ്റ് സെർമൺ റെക്കോർഡ് ചെയ്തിരിക്കുക. യേശുവിന്റെ സെർമൺ എങ്ങനെയാ? ആരോ പറഞ്ഞ പോലെ ഈ ഒരു സെർമൺ കഴിയുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഷെയറിങ് കഴിയുമ്പോഴോ എല്ലാരും പറയുക, വളരെ നല്ലതായിരുന്നു എന്ന് പറഞ്ഞാലാണ് എന്തോ പ്രശ്നം. അവിടെ ആർക്കെങ്കിലും വീർപ്പ് മുട്ടുന്നെങ്കിൽ, ഏതെങ്കിലും ഈ തുരുത്തി പൊളിയുന്നെങ്കിൽ അതിന്റെ അർത്ഥം എവിടോ ദൈവം എന്തോ ചെയ്തു എന്ന് അതിന്റെ അർത്ഥം. യേശുവിന്റെ പ്രസംഗം കേൾക്കണം കേട്ടോ. തുരുത്തി പൊളിക്കുന്ന പ്രസംഗമായത്. 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ യേശു പറയുന്നത്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. തുരുത്തി പൊളിയുമോ ഇല്ലയോ? തുരുത്തി എന്ന് പറഞ്ഞാൽ പഴയ തുരുത്തി ഇരിക്കും. ആരുടെയാണെന്നറിയാമോ? പരീക്ഷന്റെ തുരുത്തി. എന്താ പഠിച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? ആത്മാവിൽ സമ്പന്നരായവർ ഭാഗ്യവാന്മാർ. എന്താ ആത്മാവിൽ സമ്പന്നത എന്ന് പറഞ്ഞാൽ? ആഴ്ചയിൽ 2 ദിവസം ഞങ്ങൾ ഉപവസിക്കുന്നുണ്ട്, എല്ലാ ദിവസവും 3 നേരം പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം മുമ്പാകെ ചെന്ന് നിൽക്കുമ്പോ ഞാൻ അവനെ പോലെ അല്ലാത്തതിനായി സ്തോത്രം. ഈ വ്യക്തിയോട് പറയുക, ആത്മാവിൽ ദരിദ്രരായവർ എന്ന് പറഞ്ഞാൽ ഓരോ സമയവും പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോ, ഓരോ സമയം സ്വർഗത്തിലെ എന്റെ പിതാവേ എന്ന് വിളിക്കുമ്പോ ഒരു വിങ്ങിപ്പൊട്ടലായി, പിതാവേ എന്ന് വിളിക്കാൻ എനിക്ക് യോഗ്യതയില്ല, ഞാൻ ഇന്നലെയും കൂടെ ഐ ലെറ്റ് യു ഡൗൺ, ഗോഡ് വിൽ യു പ്ലീസ് അക്സെപ്റ്റ് മീ. അത് അവർ ഭാഗ്യവാന്മാർ. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുക, ദുഃഖിക്കുന്നവർ, ദോസ് ഹു മോൺ, കരയുന്നവർ, വിലപിച്ച് കരയുന്നവർ ഭാഗ്യവാന്മാർ. തുരുത്തി പൊളിക്കുന്നതാ. കാരണം ഈ തുരുത്തി, പഴയ തുരുത്തി, സ്ട്രെച്ച് ചെയ്ത് തുരുത്തി എല്ലാരോടും പറഞ്ഞിരിക്കുന്നത് കരച്ചിലെല്ലാം മാറിയിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അതുകൊണ്ടാണ് ഈ അവസാനം 7-ാമത്തെ അധ്യായത്തിന്റെ ഫിനിഷിംഗ് പോയിന്റിൽ 7:28 നോക്കണം. ഒന്നാമത് നമ്മൾ കണ്ടത് 1-ാമത്തെ അധ്യായത്തിൽ വംശാവലി തുരുത്തി പൊളിക്കുന്നതാ. ഈ 4 പേരുടെ പേര് കാണുമ്പോ തുരുത്തി പൊളിഞ്ഞു പോകും, ബ്യൂട്ടിഫുൾ ഫ്രെയിമുകൾ പൊട്ടും. 7:28 നോക്കിയേ. ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവന്റെ ഉപദേശത്തിൽ, അടുത്ത വാക്ക് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടിരിക്കുക എന്റെ ബൈബിളിൽ, നിങ്ങൾ നോക്കിയേ, ആ വാക്കൊന്ന് നോക്കിയേ. They were amazed, അവർ വിസ്മയിച്ചു. 1-ാമത്തെ അധ്യായം വംശാവലി കേട്ടപ്പോ അവര് വിസ്മയിച്ചു.
രാഹാബിന്റെ പേര് കേട്ടപ്പോ വിസ്മയിച്ചു. ഇവിടെ യേശുവിന്റെ പഠിപ്പിക്കൽ കേൾക്കുമ്പോഴും വിസ്മയിച്ചു. They were amazed. കാരണം എന്താണെന്നറിയാമോ? കാരണം ഒരു കാര്യമേ ഉള്ളൂ, യേശുവിനെ ബ്യൂട്ടിഫുൾ ഫ്രെയിമിൽ ഒതുക്കാൻ ഒക്കത്തില്ല. എന്റെ ഭയം ഇതാ പ്രിയ ദൈവമക്കളെ, എന്റെ പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മളും പലപ്പോഴും യേശുവിനെ വളരെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത്, ഈ കാലഘട്ടത്തിന്റെ ഒരു വലിയ ആവശ്യമാണിത്. ഞാൻ പറയുന്ന ഈ കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം. വി ഹാവ് ഡൊമസ്റ്റിക്കേറ്റഡ് ജീസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ആളാക്കി തീർത്തിരിക്കുക. നമ്മൾ ഇഷ്ടമുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യുന്ന യേശുവിനെ പലപ്പോഴും, ഞാനിപ്പോ ഈ പല ദിവസങ്ങളായി പറയുന്ന ഒരു കാര്യമാണ്. ഫേസ്ബുക്ക്, ഇപ്പൊ ഈ പ്രസംഗവും ഫേസ്ബുക്കിലൂടെ പൊക്കോണ്ടിരിക്കുക. പ്രൈസ് ഗോഡ്. ടെക്നോളജിക്കായി ദൈവത്തിന് നന്ദി പറയുക. അപ്പോൾ തന്നെ യേശുവിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് പ്രസന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പൂർണ്ണ സത്യം പറയാതെയും ആൾക്കാർ വരുന്നു. വിവേചനം നമ്മൾക്ക് ആവശ്യമായി വരുന്നു ഈ സമയത്ത്. ഇവിടെ യേശുവിന്റെ പഠിപ്പിക്കൽ തുരുത്തിയിൽ ഒതുങ്ങുന്നില്ല. നമ്മുടെ കുറിവാക്യത്തിലേക്ക് ഞാൻ വേഗത്തിൽ വരിക. യേശു എന്ന പേഴ്സൺ നിൽക്കത്തില്ല, നമ്മുടെ ബ്യൂട്ടിഫുൾ ഫ്രെയിമിൽ നിൽക്കത്തില്ല. യേശുവിന്റെ ഉപദേശം ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ദ ബോക്സ്. ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ദ ബോക്സ് ഓഫ് റിലീജിയസ് പീപ്പിൾ ഓഫ് ഹിസ് ഡേ. 8-9 അധ്യായങ്ങളിൽ എന്താ എഴുതിയിരിക്കുന്നത് അറിയാമോ? യേശുവിന്റെ ടീച്ചിങ്സിനെ കുറിച്ചാ. 5-7 എന്ന് പറയുന്നത് കിങ്ഡം ഓഫ് ഗോഡ് ഇസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ വേർഡ്സ്. യേശുവിന്റെ ഉപദേശത്തിലൂടെ ദൈവ രാജ്യം സ്ഥാപിക്കുക. 5-7. 8-9 എസ്റ്റാബ്ലിഷിംഗ് കിങ്ഡം ഓഫ് ഗോഡ് ബൈ വർക്ക്സ്. വേർഡ്സ് ആണ് 5 മുതൽ 7 വരെ. അത് ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്. വർക്ക്സും യേശു ചെയ്ത കാര്യങ്ങളും ഔട്ട് ഓഫ് ദ ബോക്സ്. അതിലെ ഒന്നാമത്തേത് കാണിച്ചിട്ട് ഞാൻ വേഗത്തിൽ ഈ കുറിവാക്യത്തിന് മുമ്പിലുള്ള വാക്യങ്ങൾ വായിക്കാനാ താല്പര്യപ്പെടുന്നത്. യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതം എന്താണെന്നറിയാം? മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോ 8-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം നോക്കണം. ചാപ്റ്റർ 8 വേഴ്സ് 2. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ച്. ഈ കുഷ്ഠരോഗി എന്ന് കേൾക്കുമ്പോഴേ പഴയ തുരുത്തി ഇനി സ്ട്രെച്ച് ചെയ്യാൻ ഒക്കത്തില്ല. പഴയ തുരുത്തിക്കാരന്, ട്രഡീഷൻ അപ്ഹോൾഡ് ചെയ്യുന്നവന്, പാരമ്പര്യം പിടിച്ചു നിൽക്കുന്നവന്, ആത്മീകനെന്ന് തന്നെ ചിത്രീകരിക്കാൻ ആഗ്രഹമുള്ളവന് കുഷ്ഠരോഗി എന്ന് കേൾക്കുമ്പോഴേ അവന്റെ മനസ്സിൽ എന്താണെന്നറിയാ വരുന്നത്? മനസ്സിൽ വരുന്നത് ദൈവം കൈവിട്ടവൻ. എവിടെ നിന്ന് വന്നു? ലേവ്യ പുസ്തകം 5-ാം അധ്യായത്തിൽ നിന്ന്, സംഖ്യാപുസ്തകം 5-ാം അധ്യായത്തിൽ നിന്ന്. കുഷ്ഠരോഗിയാണെങ്കിൽ അടുത്തു പോകരുത്, അവൻ തൊട്ടാൽ നീ അശുദ്ധനാകും. അതുകൊണ്ട് കുഷ്ഠരോഗി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും, ഞാനൊരു അശുദ്ധൻ, എന്റെ അടുക്കൽ ആരും വരരുതേ. അതെല്ലാം മനസ്സിലുള്ള കുഷ്ഠരോഗി യേശുവിനെ നോക്കി പറയുക. എനിക്ക് ആ ചോദ്യം ഒരുപാട് എന്നെ ചിന്തിപ്പിക്കുന്നു. നോക്കിക്കേ, എല്ലാരും നോക്കണമേ. 8-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ, കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ. ആരെങ്കിലും അങ്ങനെ പറയോ? കുഷ്ഠരോഗിക്കാരന് സൗഖ്യമാകണം, ശുദ്ധമാകണമെന്നല്ലേ ആഗ്രഹം. പക്ഷേ അവന്റെ മനസ്സിൽ അതൊരു ഇത് കറക്റ്റ് ആണോ ഞാൻ ആഗ്രഹിക്കുന്നതെന്നൊരു ചിന്ത. അതുകൊണ്ടല്ലേ ചോദിക്കുന്നത്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ. വാസ്തവത്തിൽ ഞാൻ എന്റെ പാരഫ്രൈസ്ഡ് ഇതിൽ പറഞ്ഞാൽ, വാസ്തവത്തിൽ ഈ കുഷ്ഠരോഗി ശ്രമിക്കുന്ന എന്താണെന്നറിയാം? അവൻ ആഗ്രഹിക്കുന്ന ഇതാ, ജീസസ്, ആർ യു എ ന്യൂ വൈൻ സ്കിൻ ഓർ യു ആർ എൻ ഓൾഡ് വൈൻ സ്കിൻ? യേശു ഒരു പുതിയ തുരുത്തിയാണോ പഴയ തുരുത്തിയാണോ? അതാണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം. അവൻ ചോദിക്കുന്നത്, നിനക്ക് മനസ്സുണ്ടോ എന്നെ ശുദ്ധമാക്കാൻ? പഴയ തുരുത്തിക്കാരും എന്റെ അടുക്ക വരത്തില്ല. പഴയ തുരുത്തിക്കാർ എനിക്കൊരു അവസരം തരത്തില്ല. പഴയ തുരുത്തിക്കാർ പറയും, നിന്നെ പോലെ ഒരു ബാക്കി പൂരിപ്പിച്ചോണം, നിന്നെ പോലെ ഒരു നഷ്ടപ്പെട്ടവൻ, അല്ലെ നിന്നെ പോലൊരു ചാഞ്ചാടുന്നവൻ. അതാ പഴയ തുരുത്തി പറയുന്നത്. യേശു ചെയ്തത് എന്താണെന്നറിയാം? യേശു ഒരു പുതിയ തുരുത്തിയാണെന്ന് കാണിക്കുവാൻ വേണ്ടി, യേശുവിനൊരു പുതിയ കാര്യമാണ് നമ്മളിൽ ചെയ്യാനുള്ളതെന്ന് കാണിക്കാൻ വേണ്ടി 8-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ യേശു ചെയ്തത്, അത് ചെയ്യേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു യേശുവിന്. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, കുഷ്ഠരോഗിയെ നീ ശുദ്ധമാകാം. പക്ഷെ യേശു ചെയ്തത്, അവൻ കൈ നീട്ടി അവനെ, എന്താ അടുത്ത വേർഡ്? അവനെ തൊട്ടു. ഹി ടച്ച്ഡ്. എന്തിനാ ടച്ച് ചെയ്തതെന്നറിയാം? ടച്ച് ചെയ്തത് ഒന്നിനും വേണ്ടിയല്ല, ഈ തുരുത്തി ഒന്ന് പൊളിക്കാൻ വേണ്ടിയാ. പ്രിയ ദൈവമക്കളെ, യൂത്ത് എൻകൗണ്ടറിൽ എന്നെ കേൾക്കുന്ന പ്രിയ എന്റെ സഹോദരന്മാരെ സഹോദരിമാരെ, തുരുത്തി ആരുടെയും പൊളിക്കാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട. അത് ഭയങ്കര മിസ്റ്റേക്ക് ആയി തീരും. എന്നാൽ ആരോ പറഞ്ഞ പോലെ, അവരെല്ലാരും വൈറ്റ് ഷർട്ട് ആയിടുന്നത്, ഞാൻ ബ്ലാക്ക് എടുത്തുള്ളൂ. അത് വലിയ പരാജയം ഉണ്ടാക്കും.
അത് വലിയ പരാജയം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നത് തന്നെ ജഡത്തിലാ ചെയ്ത്. നമ്മൾക്ക് തന്നെ ഒരു ഓണർ കിട്ടാൻ, അല്ലെങ്കിൽ നമ്മൾ ഒരു ശക്തിമാനാണെന്ന് കാണിക്കാൻ ഇതൊക്കെയാ ചെയ്യുന്നത്. പക്ഷെ ഞാനിവിടെ പറയുന്നത് എന്താണെന്നറിയാം, ദൈവം നിങ്ങളിലൂടെ ചില കാര്യം ചെയ്യുമ്പോ ചിലരുടെ തുരുത്തി പൊളിഞ്ഞെന്ന് വരും. അത് സംഭവിക്കേണ്ടതാ. God wants to do something new in your life and through your life. യേശുവിനെയാ നമ്മൾ അനുഗമിക്കുന്നതെങ്കിൽ, യേശുവാണ് നമ്മുടെ ആരാധ്യ പുരുഷനെങ്കിൽ, if we are following Jesus, Jesus can never be limited to the traditional definitions of religious people. ദൈവവചന അടിസ്ഥാനമില്ലാത്ത മനുഷ്യർ കെട്ടിപ്പൊക്കിയ പാരമ്പര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ആളല്ല യേശു. പാരമ്പര്യങ്ങൾ നല്ലതാണോ? ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുന്ന പാരമ്പര്യങ്ങൾ നല്ലതാ. ഒരുവൻ ദൈവത്തിങ്കലേക്ക് വരുവാനായി തടസ്സമായി നിൽക്കുന്ന പാരമ്പര്യങ്ങൾ, യു തിങ്ക്, നിങ്ങൾ തന്നെ ചിന്തിക്കുക, ഞാൻ ഡിഫൈൻ ചെയ്യാതെ നിങ്ങൾ തന്നെ ചിന്തിക്കൂ. നമ്മൾ നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി പൊക്കിക്കെട്ടിയ മതിലുകൾ, ആ മതിലിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ പറയുക, ഐ ആം ബെറ്റർ ദാൻ യു, ഐ ആം ബെറ്റർ ദാൻ യു. പക്ഷെ ആ ബെർലിൻ പ്രിസണിൽ നിൽക്കുന്ന ആ വ്യക്തിയെ പോലെ, അയ്യോ ഇത് മനുഷ്യരുണ്ടാക്കിയ ഒരു ബിൽഡിംഗ് ആയത്, ഒരു വാളാണിത്. ഐ ആം നോ ബെറ്റർ ദാൻ യു, ഐ ആം ഓൾസോ ലൈക്ക് യു. ഞാനും നിന്നെ പോലാ, ഞാനും തെറ്റുകാരനാ. അത് പറഞ്ഞ് ദൈവത്തിന്റെ കൃപയാ എന്നെ നിർത്തിയിരിക്കുന്നത്. ഈ കൃപ നിന്നിലേക്ക് വന്നാൽ നീ പാപം തുടരാതെ പാപത്തെ തോൽപ്പിക്കാൻ ദൈവം നിന്നെ സഹായിക്കുമെന്ന് നമ്മുടെ യൗവനക്കാരോട്, നമ്മുടെ ഫ്രണ്ട്സിനോട് പറയേണ്ടവരല്ലേ നമ്മൾ? അതിനല്ലേ അഭിഷേകം. ഇനിയും ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റും കൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ പോവുക. ഇവിടെ എന്താണെന്നറിയോ പ്രശ്നം? യേശുപ്പച്ചൻ എന്തിനാണെന്നറിയാമോ? പുതിയ തുരുത്തിയാകണം, പുതിയ വസ്ത്രമാകണം, ഇല്ലെങ്കിൽ യു വിൽ മിസ് വാട്ട് ഐ ഹാവ് ഫോർ യു എന്ന് പറയാൻ കാര്യം എന്താണെന്നറിയാം? കാര്യം 9:14. നോക്കിക്കേ, 9:14. 16, 17 ആണല്ലോ കുറിവാക്യം. അതിന്റെ തൊട്ട് മുമ്പിൽ 14-ാമത്തെ വാക്യം. യോഹന്നാന്റെ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു. ഇതാരാ? ഇത് അവിശ്വാസികളോ, യേശുവിനെ ഇഷ്ടമില്ലാത്തവരോ, അല്ലെങ്കിൽ അനാത്മീകരോ വല്ലോ ആണോ? ഏറ്റവും കൂടിയ ആത്മീയർ. സ്പിരിച്വാലിറ്റിയിൽ വല്ല സർട്ടിഫിക്കറ്റോ ഓണേഴ്സോ ഓണററി ഡോക്ടറേറ്റോ ഒക്കെ കൊടുക്കുമെങ്കിൽ അതിന് അർഹരായവർ യോഹന്നാന്റെ ശിഷ്യന്മാർ. അവരൊരു പുതിയ ലൈഫ് സ്റ്റൈൽ എംബ്രേസ് ചെയ്തവരാ, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി. അവര് വന്നൊരു ചോദ്യം ചോദിക്കുക. എല്ലാരും നോക്കണം, എല്ലാരും വാക്യം ഒന്ന് നോക്കിയേ. 9:14 ഞാൻ ഒന്നുകൂടെ വായിക്കാൻ പോകുക. എവ്രിബഡി ലുക്ക് ഇൻ ടു യുവർ ബൈബിൾ. 9:14. യോഹന്നാന്റെ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ അടുക്കൽ വന്നു. ഒരു നിമിഷം ഞാൻ അവിടെ നിൽക്കട്ടെ. യേശു ഇപ്പൊ എവിടെയാണെന്നറിയാം? യേശുവിന്റെ അടുക്കൽ വന്നു. യേശു എവിടെ ഇരിക്കുക? യേശു ഇപ്പൊ എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ 10-ാമത്തെ വാക്യത്തിലുണ്ട്. യേശു മത്തായി എന്ന ചുങ്കക്കാരന്റെ വീട്ടിൽ ഇരിക്കുക. ചുങ്കക്കാരന്റെ വീട്ടില് ഈ പറയുന്ന വലിയ റിലീജിയസ് ആള് പോമോ? ചരിത്രകാരന്മാര് പറയുന്നത് ഇങ്ങനെയാ, ചുങ്കക്കാരന്റെ വീട് ഇവിടെയാണെങ്കിൽ പരീശന്മാർ അതുവഴി പോവാണെങ്കിൽ പെട്ടെന്ന് തല ഇങ്ങനെ ഒന്ന് വെട്ടിക്കും. ഞാൻ നിന്നെ പോലെ അല്ല, ഐ ആം ബെറ്റർ ദാൻ യു. അവിടെ ആ വീട്ടിൽ യേശു ഇരിക്കുക. യേശുവിനെ ആൾക്കാർ എന്തോ പറഞ്ഞെന്നറിയാമോ? ഈ ചുങ്കക്കാരന്റെ വീട്ടിൽ പോയത് കൊണ്ട് 11-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് നോക്കിയേ. നെക്സ്റ്റ് ചാപ്റ്റർ 11:19 എഴുതിയിരിക്കുന്ന, മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും കൊണ്ട് വന്നു, തിന്നിയും കുടിയനുമായ മനുഷ്യൻ, ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ എന്നവർ പറയുന്നു. അപ്പം യൂത്ത് എൻകൗണ്ടറിന്റെ നേതൃത്വത്തോടും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നവരോടും എല്ലാം കൂടെ ഒരുമിച്ച് എനിക്ക് പറയാനുള്ളത്, എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ അതിശയിക്കൊന്നും വേണ്ട. ഓ നിന്റെ ഓണറിനാ ഇതൊക്കെ ചെയ്യുന്നത്. ചിലപ്പോ നമ്മളെ അതങ്ങ് മനസ്സ് മടുപ്പിച്ചു കളയും. ചിലപ്പോ നമ്മൾ ഓർക്കും ഇനി ഞാൻ ഇതിനൊന്നുമില്ല. പക്ഷെ ഞാൻ പറയട്ടെ, ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ അവിടെ ഇരിക്കും. പക്ഷെ നമ്മളിലൂടെ ദൈവത്തിനൊരു കാര്യം ചെയ്യാനുണ്ട്. നിങ്ങളിൽ താലന്തുള്ള എല്ലാവരോടും ഞാൻ പറയട്ടെ, ഒരു പാട്ടാ നിങ്ങൾക്ക് പാടാൻ ഒക്കുന്നതെങ്കിൽ പാടുക, ഒരു ബ്ലോഗാ എഴുതാൻ ഒക്കുന്നെങ്കിൽ എഴുതുക, ഒരു ചെറിയ തോട്ട് 5 minutes തോട്ടാണെങ്കിൽ എഴുതുക. അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട ആൾക്കാരെന്തോ വിചാരിക്കും, ഞാൻ എന്നെ തന്നെ പ്രൊമോട്ട് ചെയ്യാനാന്ന് വിചാരിക്കുമോ? ഈ വിചാരിക്കുന്നവനെ നോക്കിയിരുന്നാൽ നമ്മൾ എന്നും അവിടെ ഇരിക്കും. നമ്മളിലൂടെ ദൈവത്തിനൊരു പദ്ധതി ചെയ്യാനുണ്ട്. വിമർശിക്കുന്നവർ എല്ലാ കാലവും വിമർശിക്കും.
നല്ലത് ചെയ്താലും വിമർശിക്കും, തീയത് ചെയ്താലും വിമർശിക്കും. അവരവിടെ ഇരിക്കട്ടെ. യേശുവിനെയും വിമർശിച്ചു. യേശു ചുങ്കക്കാരന്റെ വീട്ടിലിരിക്കുമ്പോ അവന് പറയാനുള്ളത്, എന്നാലും ആ വീട്ടിൽ പോയല്ലോ. അപ്പൊ ചുങ്കക്കാരനായ മത്തായിയുടെ പൈസ നോക്കിയാ പോയതല്ലേ, പ്രസംഗമേ അപ്പൊ ഉള്ളല്ലേ. യേശു എന്നാലും അവിടെ ഇരിക്കുക. അപ്പോഴായി ആത്മീയര് വന്നിട്ട് പറയുന്നേ 9:14 യോഹന്നാന്റെ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു, ഞങ്ങളും പരീശന്മാരും എന്തോ അടുത്ത് എഴുതിയിരിക്കുന്നത്, വളരെ ഉപവസിക്കുന്നു. പക്ഷെ എന്താ ഇവരുടെ ക്വസ്റ്റ്യൻ എന്നറിയാം? നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ത്? ഇത് സ്പിരിച്വൽ ചോദ്യമാണോ? ഇതിനെക്കാട്ടി വലിയ സ്പിരിച്വൽ ചോദ്യം യു ക്യാൻ ഓൺലി എക്സ്പെക്ട് ചെയ്യാൻ ഒക്കത്തില്ല. അതിനെക്കാട്ടിൽ ഹൈറ്റ്സ് ഓഫ് സ്പിരിച്വാലിറ്റി. എന്താ ചോദ്യം ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ എപ്പോഴും ഉപവസിക്കുന്നു, പക്ഷെ നിങ്ങൾ എന്താ ഈ ഉപവസിക്കാത്തത്? ഞാൻ കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ഉപയോഗിച്ചാൽ, വി ആർ ഫാസ്റ്റിംഗ് ബട്ട് യു ആർ ഫീസ്റ്റിംഗ്. ദാറ്റ് ഈസ് ദ ഇഷ്യൂ. മുമ്പിലുള്ള വാക്യത്തിൽ യേശു മത്തായി എന്ന ചുങ്കക്കാരന്റെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുക, ഇവിടെ ആൾക്കാർ ഉപവസിക്കുക. എന്റെ പ്രിയ സഹോദരിമാരെ, നമ്മളൊരു തുരുത്തി മാറ്റണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇതിന് മറുപടിയായിട്ട് യേശു പറയുന്നത് 15-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നു, യേശു അവരോട്, ഞങ്ങൾ ഉപവസിക്കാത്തവർ എന്നല്ല പറഞ്ഞത്. ഇന്ന് സന്ധ്യയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഉപവസിക്കുകയൊന്നും വേണ്ട. വലിയ ആത്മീയം കാണിക്കാൻ വേണ്ടി ഉപവസിക്കും. നമ്മൾ ഉപവസിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊന്നും അല്ല യേശു പറഞ്ഞ എന്താണെന്നറിയോ? പുതിയ തുരുത്തി ആയി തീരുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? വംശാവലി പറയുന്നത് വിശാല കാഴ്ചപ്പാട് വേണം. ഉപദേശം എന്ന് പറയുന്നത് ബി വില്ലിംഗ് ടു ബി ഫ്ലെക്സിബിൾ, ബി വില്ലിംഗ് ടു അൺലേൺ. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണെന്നറിയോ? അത് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നിങ്ങളിൽ ആർക്കെങ്കിലും കർത്താവേ എന്നെ ഒരു പുതിയ തുരുത്തിയാക്കി തീർക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വേഴ്സ് 15 is the key. 15-ാമത്തെ വാക്യം താക്കോൽ. യേശു എന്താണെന്നറിയോ പറയുന്നേ? യേശു അവരോട് പറഞ്ഞത്, മണവാളൻ കൂടെ ഉള്ളപ്പോ തോഴ്മക്കാർക്ക് ദുഃഖിക്കുവാൻ കഴിയുകയില്ല. യോഹന്നാന്റെ ശിഷ്യന്മാരോട് പറയുക, നിങ്ങൾ എന്തിനാ ഉപവസിക്കുന്നേ? നിങ്ങൾ ഉപവസിക്കുന്നത് നിങ്ങളുടെ മാനത്തിന് വേണ്ടിയാ. നിങ്ങൾ മണവാളനുമായിട്ടുള്ള ബന്ധത്തിലല്ല ഉപവസിക്കുന്നത്. ഈ പരീശന്മാരും യോഹന്നാന്റെ ശിഷ്യന്മാരും ഒക്കെ എത്ര ദിവസം ഉപവസിച്ചെന്നറിയാം? ഒരാഴ്ച, 2 ദിവസം. ഏതൊക്കെയാ ദിവസം എന്നറിയാമോ? തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. എന്തിനാന്നറിയാമോ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും? ഏറ്റവും കൂടുതൽ യെരുശലേമിൽ ആള് വരുന്ന 2 ദിവസമാണ് മൺഡേ, തേഴ്സ്ഡേ. യേശുപ്പച്ചൻ പറയുന്നത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം, ഉപവസിക്കണം. യേശു ഉപവസിച്ചു. മാത്യൂസ് ഗോസ്പൽ 4, മത്തായി 4 യേശു ഉപവസിക്കുന്നു. മത്തായി സുവിശേഷം 6-ാം അധ്യായം 16-18 വാക്യങ്ങളിൽ യേശുവിന്റെ ശിഷ്യന്മാർ ഉപവസിക്കണം. എന്നെ കേൾക്കുന്ന നമ്മളെല്ലാവരും ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം. പക്ഷെ ഈ 3 കാര്യങ്ങളും ചടങ്ങിൽ ചെയ്യാം, സെൽഫ് ഓണറിന് വേണ്ടി ചെയ്യാം. നമുക്ക് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പറയാം, ഞാൻ എല്ലാ ഫ്രൈഡേയും, നിങ്ങൾ ഫോൺ വിളിച്ചാലും കിട്ടാൻ സാധ്യതയില്ല കേട്ടോ, എല്ലാ ഫ്രൈഡേയും ഞാൻ ഉപവസിക്കും. എല്ലാ ദിവസവും ഞാൻ ഡെയിലി ബ്രെഡ് വായിക്കാതെ ഇറങ്ങത്തില്ല. വൈ വി ഡു വാട്ട് വി ഡു? പഴയ തുരുത്തി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പഴയ തുരുത്തി ബൈബിൾ വായിക്കും. എന്തിനും ചോദിച്ചാൽ ഓണർ, എന്റെ ഓണറിന് വേണ്ടി. പ്രാർത്ഥിക്കുമോ? പഴയ തുരുത്തി പ്രാർത്ഥിക്കും. എന്തിനും ചോദിച്ചാൽ ഞാൻ നല്ലവരായി മറ്റുള്ളവർക്ക് തോന്നാൻ. പഴയ തുരുത്തി ഉപവസിക്കുമോ? ഉപവസിക്കും. ഞാൻ ഈ 1-2 കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മെസ്സേജ് ഷെയർ ചെയ്തെടുത്ത് പറഞ്ഞു എനിക്കുണ്ടായ അനുഭവം നിങ്ങളോടുകൂടെ പറയാം, അപ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഞാൻ ഒരിടത്ത്, ഒന്നല്ല പലയിടത്തുണ്ടായി, പക്ഷെ 2 ഞാൻ വെരി ക്ലിയർലി റിമെമ്പർ. സൺഡേ മോർണിംഗിൽ അല്പം ഒരു അസിഡിറ്റിയുടെ ഒരു പ്രയാസം ഉള്ളതുകൊണ്ട്, പ്രത്യേകിച്ച് പ്രീച്ചിങ് സൺഡേ ഉണ്ടെങ്കിൽ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞാൻ ഒരിടത്ത് ഇഡലിയും സാമ്പാറിന്റെ മുമ്പിൽ ഇരുന്ന് ഈ ഇഡ്ലി സാമ്പാർ എടുത്ത് ഒരു വാ കഴിച്ചു. അടുത്ത് എടുക്കാൻ തുറന്നപ്പോ ഒരാൾ അടുത്ത് വന്ന്, ഓ ഞായറാഴ്ച രാവിലെ കഴിക്കുമല്ലേ? ഞാൻ അവിടെ ബാക്കി ഇഡലി അവിടെ വെക്കണോ കഴിക്കണോ? എനിക്ക് മനസ്സിലായി എന്താ ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങള് കഴിക്കാറില്ല ഞായറാഴ്ച. എന്താ കഴിക്കാത്തെന്ന് ചോദിച്ചാൽ അതിനൊരു വ്യക്തത ഇല്ല. ഈ കഴിക്കാതെ ഇരിക്കുന്നവർക്ക് മറ്റുള്ളവരോടുള്ള ചോദ്യം ഇതേ ഉള്ളൂ, നീ എന്താ ഉപവസിക്കാത്തെ? ഞങ്ങൾ ഞായറാഴ്ച കഴിക്കത്തില്ലല്ലോ, വൈ ആർ യു ഈറ്റിംഗ്? ആ ചോദ്യം കേൾക്കുമ്പോഴേ ഓർക്കണം, ആ ബെർലിൻ പ്രിസണിലെ 100 കണക്കിന് ആൾക്കാരുടെ ചോദ്യം അത്. ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, എനിക്കൊരു കുറ്റവും ഇല്ല, നീ എന്താ?
പക്ഷെ ഇവിടെ യേശു പറയുന്നത് എന്താണെന്നറിയാം? ഒരു കം ഇൻ ടു എ റിലേഷൻഷിപ്പ് വിത്ത് മീ, ഡോണ്ട് ജസ്റ്റ് ഫോളോ സർട്ടൻ റിച്വൽ. ഒരു വലിയ തത്വം ഞാൻ നിങ്ങളോട് പറയാം. ഒരു പുതിയ തുരുത്തി നമ്മളായി തീരണമെങ്കിൽ ഇന്ന് സന്ധ്യ മുതൽ ബി വില്ലിംഗ് ടു ചേഞ്ച്. എങ്ങനെ ചോദിച്ചാൽ, പ്രാർത്ഥിക്കുന്നത് എന്തിനും ചോദിച്ചാൽ, നോട്ട് ടു പ്ലീസ് മെൻ. ആൾക്കാരെ കാണിക്കാനല്ല, പപ്പായും മമ്മിയും കാണിക്കാനല്ല, ഫ്രണ്ട്സിനെ കാണിക്കാനല്ല. അതുകൊണ്ടാണ് യേശു മത്തായി സുവിശേഷം 6 പറഞ്ഞത്, ഗോ ഇൻ ടു യുവർ റൂം, ലോക്ക് ദ ഡോർ ആൻഡ് പ്രേ. ഞാൻ ഒരിടത്ത് ഈ ക്ലാസ് എടുത്തപ്പം ഒരു നിഷ്കളങ്കനായ ആൾ എന്നോട് വന്ന് പറഞ്ഞു, പാസ്റ്റർ അങ്കിൾ, എനിക്കൊരു 12 വയസ്സേ ഉള്ളൂ. അടൂരിൽ ഒരു ക്യാമ്പിൽ ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോ എന്നെ കാണാൻ വന്ന് പറയാ, പാസ്റ്റർ അങ്കിൾ, വി ഹാവ് ഓൺലി 1 bedroom, വേർ വിൽ ഐ പ്രേ? കാരണം അവിടെ വാതിലടച്ച് എനിക്ക് ഇരിക്കാനൊക്കത്തില്ല. ഞാൻ അവന്റെ ഷോൾഡറിൽ ആംസ് ഇട്ടുകൊണ്ട് പറഞ്ഞു, അയ്യോ ഐ എം സോറി. അങ്ങനെയാ ഓർത്തതെങ്കിൽ അവിടെ യേശുപ്പച്ചൻ പറയുന്നത് ഒരു റൂമിനകത്ത് കയറിയില്ലെങ്കിൽ ഞാൻ കേൾക്കത്തില്ലെന്നല്ല, ഡോണ്ട് പ്രേ ഫോർ ദ സേക്ക് ഓഫ് ഓണർ എന്ന യേശു പറയുന്നത്. ഹൗ ഈസ് യുവർ സ്പിരിച്വൽ ലൈഫ്? ഇന്ന് രാത്രിയിൽ ആർ വി സോ കൺസേൺഡ് അബൌട്ട് വാട്ട് അതേഴ്സ് തിങ്ക് അബൌട്ട് അസ്? മറ്റുള്ളവർ എന്തോ വിചാരിക്കുമെന്ന് കണ്ടാണോ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്? അതോ മണവാളനുമായുള്ളൊരു ബന്ധം? മണവാളനുമായി ബന്ധം ഉണ്ടെങ്കിൽ, ഞാൻ എലാബറേറ്റ് ചെയ്യാതെ അറിയാമല്ലോ, ഒരാള് റിലേഷൻഷിപ്പിലാണെങ്കിൽ ഇപ്പൊ പിന്നെ ആൾക്കാര് അധികം വെളിയിലോട്ട് ഇറങ്ങാൻ സാധ്യതയില്ല. നേരത്തെ വെളിയിലോട്ട് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ രാത്രി ഒരു 9 o'clock കഴിഞ്ഞ് ഗ്രാമത്തിലൂടെ ഒക്കെ വണ്ടി ഓടിച്ചോണ്ട് പോയാൽ അവിടെ ഒരു മിന്നാമിനിങ്. അത് വാസ്തവത്തിൽ മിന്നാമിനിങ് അല്ല, ഒരു മൊബൈലിലെ വെട്ടമാ. 9 മണി കഴിയുമ്പോ ഒരു ഹെഡ്ഫോണും സെറ്റ് ചെയ്ത് വെളിയിലോട്ട് ഇറങ്ങുക. പപ്പായും മമ്മിയും അടുത്ത് വരുന്ന സമയത്ത് നീ മാത്രം മതി, നീ മാത്രം മതി ആരാധിക്കുക. പക്ഷെ പപ്പായും മമ്മിയും മാറി കഴിയുക, പറ ബാക്കി പറ. അതാ ബന്ധം. ബന്ധം. വെൻ വാസ് ദ ലാസ്റ്റ് ടൈം? ഏത് സമയത്താണ് വെൻ യു കമ്മ്യൂണിക്കേറ്റഡ് വിത്ത് ഗോഡ് ലൈക്ക് ദാറ്റ്? പുതിയ തുരുത്തി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? എന്റെ പ്രാർത്ഥന ഇതാ, ലോർഡ് മേക്ക് മീ എ ന്യൂ വൈൻ സ്കിൻ. അങ്ങയുമായിട്ടുള്ള ഒരു ബന്ധം, അത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ, ഹാവിങ് ആൻ ഓപ്പൺ കോൺവെർസേഷൻ വിത്ത് ജീസസ്. അവിടെ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, ആ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഗോഡ് വിൽ പോർ ഔട്ട് ന്യൂ വൈൻ. ന്യൂ വൈൻ വരുമ്പോൾ എന്തോ സംഭവിക്കുമെന്നറിയോ? യു വിൽ സ്ട്രെച്ച്. ഇതുവരെ ചെയ്യാത്തത് ചെയ്യും, ഇതുവരെ സംസാരിക്കാത്തത് സംസാരിക്കും. There will be a transformation in your life which you have tried for all this while. പലപ്പോഴും സംഭവിക്കുന്നത്, ഞാൻ ഇന്ന് മുതൽ ഞാനൊരു തീരുമാനം എടുത്തിരിക്കുക, ഞാൻ ഇന്ന് മുതൽ മാറാൻ പോവുക. ഈ തീരുമാനം 2 ദിവസം കഴിയുമ്പോൾ താഴെ കിടക്കും. പിന്നെ നമുക്ക് ഞാൻ മടുത്തു, തീരുമാനം എടുത്ത് മടുത്തു. ഇന്ന് രാത്രി വേണ്ടി എന്താണെന്നറിയാം? കം ഇൻ ടു എ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ്. അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്താ? അടുത്തൊരു 2-3 minutes കഴിയുമ്പോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. അന്ന് പലസ്തീനിൽ അക്ഷരികമായി നടന്ന യേശു മത്തായി എന്ന ചുങ്കക്കാരന്റെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ച് മറ്റുള്ളവരെല്ലാം തെറ്റിദ്ധരിച്ചപ്പോഴും എഴുന്നേറ്റ് പോകാതെ പത്രോസ് എഴുന്നേറ്റ് പോയി. പക്ഷെ അവിടെ തന്നെ ഇരുന്ന് മത്തായിയുമായിട്ടൊരു ബന്ധത്തിൽ വന്ന യേശു ഇന്ന് രാത്രിയിൽ നമ്മളുമായി ഒരു ബന്ധത്തിൽ വരുവാൻ ആഗ്രഹിക്കുന്നു. പ്ലേസ് റിലേഷൻഷിപ്പ് എബവ് റിച്വൽ. രണ്ടാമത്തെ ഒരു പ്രിൻസിപ്പിൾ, പ്ലേസ് ഫ്രൂട്ട് എബവ് ഫോം. ഫലത്തിന് പ്രാധാന്യം കൊടുക്കുക, ഒരു ഫോമിനല്ല. ഫോം എന്ന് പറഞ്ഞാൽ 2 Timothy 3:5 ഫോം ഓഫ് ഗോഡ്ലിനെസ്. എന്താ ഫോം ഓഫ് ഗോഡ്ലിനെസ് എന്നറിയാമോ? രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ട 13ാമത്തെ വയസ്സിലാ, 21ാമത്തെ വയസ്സിൽ ഞാൻ അന്യഭാഷയിൽ നിന്നറിഞ്ഞു, ഇപ്പൊ ഞാൻ ദശാംശം കൊടുക്കുന്നുണ്ട്, ഇനി കർത്താവിന്റെ വരവ് ഞാൻ പോകാൻ പോവുക. ദാറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫോം. എല്ലാം ഉണ്ട്. പിന്നെ ഞായറാഴ്ചയിൽ വൈറ്റും ഉണ്ട്, എല്ലാ ഫോമും ഉണ്ട്. പക്ഷെ യു നോ വാട്ട് ജീസസ് ഈസ് ലുക്കിംഗ് ഫോർ? ആ ഫോം വേണ്ടെന്നല്ല, ഫ്രൂട്ട് എബവ് ഫോം. ഫലം, അനുദിനം ഫ്രൂട്ട്. മാത്യു 7:13 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. വർക്ക് ഓൺ ദ ഫ്രൂട്ട്, നോട്ട് ജസ്റ്റ് ഫോം. മൂന്നാമത്തേതും അവസാനത്തേതും പ്രിൻസിപ്പിൾ കൈമാറി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ, പ്ലേസ് ഹാർട്ട് എബവ് ലിപ്സ്. അധരത്തെക്കാട്ടിൽ ഇമ്പോർട്ടൻസ് ഹൃദയത്തിന് കൊടുക്കുക. അപ്പോഴാ പുതിയ തുരുത്തിയാകുന്നത്. പഴയ തുരുത്തിയുടെ ലക്ഷണം എന്താണെന്നറിയാമോ? പഴയ തുരുത്തിയിൽ ഒരാളെ അളക്കുന്നത് നല്ല പ്രസംഗമാണ്, നല്ല പാട്ടാ. ഇതാ പഴയ തുരുത്തി. പുതിയ തുരുത്തി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം?
മത്തായി സുവിശേഷം 15:6 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ ഇവിടെ അർത്ഥമാക്കുന്നത്, സമയക്കുറവുകൊണ്ട് വായിക്കുന്നില്ല. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, പക്ഷെ അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരെ എന്ന് പറഞ്ഞാൽ there is no heart involved with the lips. ലിപ്സ് വേണ്ടെന്നല്ല, പ്രസംഗം വേണ്ടെന്നല്ല, പാട്ട് വേണ്ടെന്നല്ല. Let it come from heart, an inside out transformation, not just external cosmetic changes. ആരോ പറഞ്ഞ പോലെ the heart of the matter is the matter of heart. ഇന്ന് രാത്രിയിലും heart is the matter, fruit is the matter, relationship is the matter. എനിക്കറിയത്തില്ല ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലായി ഇന്ന് നിങ്ങൾ എന്ന് എനിക്കറിയില്ല. മേ ബി യു ഹാവ് ഡൺ വെൽ ഇൻ യുവർ ലൈഫ്. പുറമോട്ട് തിരിഞ്ഞു നോക്കുമ്പം ഞാനൊരു നല്ല വ്യക്തിയാ. ആ ബെർലിൻ പ്രിസണിലെ നൂറുകണക്കിന് ആൾക്കാരെ പോലെ ഐ ആം ഇന്നസെന്റ്. ഇന്നസെന്റ് തോന്നുന്നവരും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ലോർഡ്, ഐ നീഡ് യു. ദൈവമേ, എനിക്ക് അങ്ങില്ലാതെ ഒരു പുതിയ തുരുത്തിയാകാൻ ഒത്തില്ലെങ്കിൽ ദൈവത്തിന് എന്നിൽ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. ബട്ട് സം ഓഫ് യു, ഞാൻ പറഞ്ഞല്ലോ ഈ ക്ലാസ് അല്ലെങ്കിൽ ഈ സന്ദേശം തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്പെഷ്യൽ അങ്ഷനോടാണ് ഞാൻ ആ സ്റ്റോറി ആദ്യം ഷെയർ ചെയ്തത്. സം ഓഫ് യു ആർ ലൈക്ക് ദാറ്റ് വൺ പേഴ്സൺ. ബെർലിൻ പ്രിസണിൽ മാറി നിന്നൊരു വ്യക്തിയെ പോലെ നൂറുകണക്കിന് ആൾക്കാരും ഞാനൊന്നും ചെയ്തില്ല, എന്നെ വിടുവിച്ചേരെന്ന് പറഞ്ഞപ്പോ അവിടെ നിൽക്കുക. എനിക്ക് ചോദിക്കാൻ പോലും ഒക്കത്തില്ല. കാരണം 1 അല്ല 2 അല്ല 3 അല്ല 5 അല്ല, എത്രയോ പ്രാവശ്യം ഞാൻ തീരുമാനമെടുത്തു. പക്ഷെ എത്രയോ പ്രാവശ്യം തീരുമാനമെടുത്ത് 2-ാം ദിവസം ഐ ഫെയിൽഡ് ഗോഡ്. നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെയുള്ളവരാണെങ്കിൽ ഡോണ്ട് ബി സർപ്രൈസ്ഡ്. ഐ വാസ് ലൈക്ക് ദാറ്റ്. പലപ്പോഴും ആഗ്രഹിച്ചു, പക്ഷെ കഴിഞ്ഞില്ല. ഇന്ന് എനിക്ക് പുറമോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കാര്യം അറിയാം. ഐ ഡിഡ് നോട്ട് നോ ദ കീ. കീ വാസ് റിലേഷൻഷിപ്പ്, കീ വാസ് ഹാർട്ട്, കീ വാസ് ഫ്രൂട്ട്. ഈ 3 കാര്യങ്ങളും വെളിപ്പെടുമ്പോ നമ്മൾ വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കുന്ന, തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാതെ, നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല, ദൈവം നമ്മളെ സഹായിച്ച് മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്തുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുക, എല്ലാവരും ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ ഒന്ന് അടയ്ക്കണം. എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യവും പ്രസംഗം കേൾക്കുന്ന ആ ഒരു പരിചയത്തിൽ ചെയ്യാതെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു നിമിഷം ഏകാഗ്രതയ്ക്ക് വേണ്ടി കണ്ണുകളെ അടച്ച്, ഇന്ന് കർത്താവ് നിങ്ങളോട് പറഞ്ഞ തെറ്റിപ്പോകാത്ത ദൈവത്തിന്റെ വചനം. മനുഷ്യർക്ക് തെറ്റുപറ്റും, ദൈവത്തിന്റെ വചനത്തിന് തെറ്റുപറ്റത്തില്ല. ഈ യൂത്ത് എൻകൗണ്ടറിൽ ജൂലൈ മാസം 9-ാം തീയതി കർത്താവിന്റെ ചോദ്യം വളരെ ലൗഡ് ആൻഡ് ക്ലിയർ ആണ്. എന്താണെന്നറിയാമോ? ആർ യു ലിമിറ്റിംഗ് ഗോഡ് ഇൻ എ ഫ്രെയിംവർക്ക്? ദൈവത്തിന് ഇതൊക്കെ ചെയ്യാനൊക്കത്തുള്ളൂ, എന്നെ ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയുകയില്ലായിരിക്കാം. നോ, ഡോണ്ട് പുട്ട് ഗോഡ് ഇൻ എ ബോക്സ്. ഹി ഈസ് ഔട്ട് ഓഫ് ദ ബോക്സ്. അതുപോലെ നിങ്ങളെ തന്നെ തീരുമാനമെടുത്തു, ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ലോട്ട് ഓഫ് തിങ്സ് ഹാവ് ഹാപ്പൻഡ് ഇൻ യുവർ ലൈഫ്. മനുഷ്യർ കേട്ടാൽ നിങ്ങളെ വെറുക്കും. ഒരു പക്ഷേ നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് വെറുപ്പായിട്ടായിരിക്കാം ഈ സന്ധ്യയിൽ ഇരിക്കുന്നത്. പക്ഷേ ഒരു സദ്വർത്തമാനം ഞാൻ പറയാം. ഗോഡ് ക്യാൻ സ്റ്റാർട്ട് സംതിങ് ന്യൂ ഇൻ യുവർ ലൈഫ് ടുഡേ. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, അടുത്ത നിമിഷങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ, പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ തന്നെ ഒരു വലിയ സ്വാതന്ത്ര്യം അനുഭവിക്കത്തക്കവണ്ണം ദൈവം ഒരു ഭാരം എടുത്തു മാറ്റിയതുപോലെ ഒരു പുതിയ അധ്യായം നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങുവാൻ എന്ന് പറഞ്ഞാൽ, ഫോർ വെരി ലോങ് ടൈം, 10 വർഷം 15 വർഷം കഴിയുമ്പോഴും പുറമോട്ട് തിരിഞ്ഞ് ഈ ദിവസം ഓർമ്മപ്പെടുക്കത്തക്കവണ്ണം ഒരു പ്രത്യേക മാറ്റം ദൈവം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ തരട്ടെ. ദൈവം മുമ്പാകെ, ലോർഡ് മേക്ക് മീ എ ന്യൂ വൈൻ സ്കിൻ, എന്നെ ഒരു പുതിയ തുരുത്തിയാക്കി മാറ്റണമേ എന്ന് പറയുവാൻ താല്പര്യമുള്ളവർ മാത്രം ഇരിക്കുന്നിടത്ത് കണ്ണുകൾ അടഞ്ഞിരിക്കുമ്പോ നിങ്ങളുടെ കൈകൾ ഒരു നിമിഷം ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? എന്റെ മുമ്പിലല്ല, ദൈവത്തിന്റെ മുമ്പിൽ. ഞാൻ അനേകരുടെ കരങ്ങൾ കാണുന്നു. ഇറ്റ് ഈസ് ബിറ്റ്വീൻ യു ആൻഡ് ഗോഡ്. ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾ കരങ്ങളെ ഉയർത്തിയിരിക്കുന്ന ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ആ കരങ്ങളിൽ ദൈവം യേശുപ്പച്ചൻ ഇന്ന് രാത്രിയിൽ പിടിക്കുവാൻ, പ്രാർത്ഥനയുടെ ആ ശൈലി പോലും മാറത്തക്കവണ്ണം, ഒരു പാരമ്പര്യത്തിന്റെയോ പരിചയത്തിന്റെയോ വെളിച്ചത്തിലല്ല,
ഒരു പുതുമയിൽ, ഒരു ബന്ധത്തിൽ പ്രാർത്ഥിക്കുവാൻ. ഉപവാസം ചടങ്ങിന് വേണ്ടിയല്ല. ഉപവസിക്കാത്തവരെ കാണുമ്പോ ഞാൻ ഉപവസിക്കുന്നല്ലോ, നീ എന്താ ഉപവസിക്കാത്തെ, ആ ഭാവമല്ല. ബന്ധത്തിൽ നിന്നും യേശുവിനോട് പ്രാർത്ഥിക്കുവാൻ, വചനം സംസാരിക്കുവാൻ വേണ്ടി ആഗ്രഹമുള്ളവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ കൈ ഉയർത്തിപ്പിടിച്ച് നിൽക്കുമ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്റെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്ത ദൈവം നിങ്ങളുടെ കരങ്ങളിൽ പിടിക്കട്ടെ. ഇന്ന് മുതൽ ഒരു പുതിയ അഭിഷേകം കർത്താവ് പകരട്ടെ. അടുത്ത പ്രാവശ്യം ദൈവവചനം സംസാരിക്കുമ്പോൾ അധികാരത്തോടെ സംസാരിക്കുവാൻ, ആൾക്കാരുടെ ഹൃദയങ്ങളിൽ മാറ്റം വരുത്തത്തക്കവണ്ണം പുതിയ വെളിപ്പാടോടെ ശുശ്രൂഷിപ്പാൻ കർത്താവ് നിങ്ങളുടെ കരങ്ങളിൽ പിടിക്കട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങളെ പുതിയ തുരുത്തികളാക്കി മാറ്റണമേ, ഞങ്ങളെ പുതിയ തുണികളാക്കി മാറ്റണമേ, ഞങ്ങളിൽ പുതിയതൊന്ന് ഇന്ന് രാത്രിയിൽ അങ്ങ് ചെയ്യണമേ. ദൈവമേ, അങ്ങ് പുതുമയുടെ ദൈവമാണല്ലോ. അങ്ങയെ ഒതുക്കുവാൻ പാരമ്പര്യങ്ങൾക്ക് കഴിയത്തില്ലല്ലോ, മതഭക്തികൾക്ക് കഴിയത്തില്ലല്ലോ. അങ്ങയുമായ ഒരു ബന്ധത്തിലേക്ക് ഇന്ന് രാത്രിയിൽ ഞങ്ങളെ അടുപ്പിക്കണമേ. ഫലം കായ്ക്കുന്ന ഒരു അവസരത്തിൽ ഞങ്ങളെ അടുപ്പിക്കണമേ. ഞങ്ങളിൽ ഒരു പുതിയ കാര്യം കർത്താവെ, ഈ നിമിഷം കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ മേലും അവരുടെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ദൈവ സാന്നിധ്യത്താൽ നിറയ്ക്കണമേ. അവർ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഈ സൂം പ്ലാറ്റ്ഫോമിൽ അല്ല ഫേസ്ബുക്കിൽ വിവിധ മാധ്യമങ്ങളിൽ ഈ സന്ദേശം കേട്ട് അവരെ തന്നെ സമർപ്പിക്കുന്നവർ, അതിവേഗം ഓടുന്ന ദൈവത്തിന്റെ വചനം, സ്ഥല പരിമിതികളാൽ ഒരിക്കലും പരിമിതപ്പെടാത്ത ദൈവ സാന്നിധ്യം, അവരിയ്ക്കുന്നിടത്ത് ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ദൈവ സാന്നിധ്യത്താൽ അവരെ ഒന്ന് തൊടണമേ. ഒരു പുതിയ ജീവിതം, ഒരു പുതിയ അധ്യായം ഇന്ന് രാത്രി തുടങ്ങണമേ. കഴുകിക്കളയേണ്ടതിനെ കഴുകിക്കളയുന്ന, ഉരിഞ്ഞു മാറ്റേണ്ടതിനെ ഉരിഞ്ഞു മാറ്റുന്ന, ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കുന്ന, അതിനുവേണ്ടിയുള്ള ഒരു കോൺഫിഡൻസ് ഇന്ന് രാത്രിയിൽ പകരണമേ. അങ്ങ് ഞങ്ങളിൽ ഒരു പുതിയ കാര്യം ചെയ്യണമേ. ഞങ്ങളിൽ പുതിയത് ചെയ്യുമ്പോൾ ഞങ്ങളിലൂടെ ജീവജലത്തിന്റെ നദികൾ പോലെ അനേകരിലേക്ക് ഈ നദികൾ ഒഴുകുന്നതിനായി ആ വൻ കൃപകൾക്കായി സ്തോത്രം. യൂത്ത് എൻകൗണ്ടർ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തിന്റെ വചനത്തിന്റെ ഇടയ്ക്ക് ദൈവം ഓർപ്പിച്ചതുപോലെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിരുത്സാഹത്തിന്റെ ആത്മാവിനെ ആരിലും വാഴാതെ വണ്ണം, മറ്റുള്ളവരുടെ പല അഭിപ്രായങ്ങളും ചെവി കൊടുക്കാതെ മുമ്പോട്ട് പോകുവാൻ, നഷ്ടപ്പെടുന്നവരെ ഓർത്ത് മുമ്പോട്ട് പോകുവാൻ, എല്ലാ നിരുത്സാഹങ്ങളും മാറി, എല്ലാ ഡിസ്കറേജ്മെന്റും കൺഫ്യൂഷനും മാറി പുതിയതിലേക്ക് ഓടുവാൻ കർത്താവ് ഇന്ന് രാത്രിയിൽ അവരെയും സഹായിക്കണമേ. ഒരുമിച്ച് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. നിങ്ങളോടൊപ്പം ഈ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ എടുത്ത തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽപ്പാൻ ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. യു ആർ ഗോയിങ് ടു എക്സ്പീരിയൻസ് എ ചേഞ്ച്, നോട്ട് ബിക്കോസ് ഐ സെഡ് ഇറ്റ്, ബിക്കോസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ഈ വചനം നിങ്ങളുടെ ഉള്ളിൽ വന്നെങ്കിൽ യു വിൽ എക്സ്പീരിയൻസ് അൺപ്രസിഡന്റഡ് ചേഞ്ച്. ഇതുവരെ അനുഭവിക്കാത്ത ഒരു വലിയ ചേഞ്ച്, ഒരു പുതിയ തുരുത്തിയാക്കി ദൈവം തീർക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.